വേടനെ പിടിക്കുമ്പോ ഒരു സ്വാഭാവികമായ ഒരു പ്രശ്നം, രണ്ട് കാര്യങ്ങളുണ്ടായി. ഒന്ന് എന്താണെന്ന് വെച്ചാല് 6 ഗ്രാം കഞ്ചാവ് ഒരു പ്രശ്നമല്ല എന്നതാണ്. കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കഞ്ചാവ് പോയിട്ട് ആളെ പിടിച്ചുലേ, അടുത്ത സെക്കൻഡില് 6 ഗ്രാമേ ഉള്ളൂലേ. എനിക്കതിന്റെ സയൻസ് മനസ്സിലായിട്ടില്ല. കഞ്ചാവുമായിട്ട് പിടിച്ചു എന്ന് പറയാ, 6 ഗ്രാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാവുക. അതെങ്ങനെയാണ്? മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ അടിച്ചോട്ടെ എന്ന് പറയുക, അതെങ്ങനെയാണ്? ആർക്കും ബുദ്ധിമുട്ടല്ലെങ്കിൽ കഴിച്ചോട്ടെ, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഞാൻ ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള രാജ്യത്തെ മന്ത്രി പദവി അടക്കം അലങ്കരിച്ചിട്ടുള്ള മുനീർ സാഹിബുള്ള ഒരു വേദിയിൽ ഞാൻ ചോദിക്കുന്നത്, ഈ സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു നിയമത്തിന്റെ പ്രശ്നം ഇതാണ്. 6 ഗ്രാം കഞ്ചാവോട് കൂടെ ഒരാളുടെ അതിനെ സ്വാഭാവികവൽക്കരിക്കുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ പ്രശ്നം എന്താണ്? വേടന്റെ കൂടെ കുട്ടികളുണ്ട് എന്നതാണ്. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, കുറെ കുട്ടികൾ കൂടെ ഉണ്ട് എന്നതുകൊണ്ട് ആ കുട്ടികളുടെ പിറകിൽ നടക്കണമെന്നാണോ? കുട്ടികളുടെ വൈകാരികതയുടെ പിറകിലാണോ ലീഡർഷിപ്പ് ഉണ്ടാവേണ്ടത്? കുട്ടികളുടെ ആൾക്കൂട്ടത്തിന്റെ പിറകിലാണോ മനുഷ്യരുണ്ടാവേണ്ടത്? പിറകിൽ നിന്ന് നയിക്കുക എന്നല്ല പറയുക, തെളിക്കുക എന്നാണ് പറയുക. അത് നാൽക്കാലികളെ നയിക്കുന്നവരുടെ പേരാണ് തെളിക്കുക എന്നത്. മനുഷ്യരെ മുന്നിൽ നിന്നാണ് നയിക്കേണ്ടത്. ഈ കുട്ടികൾ ആൾക്കൂട്ടമുണ്ട്, അയാളുടെ പിറകിൽ ആളുകളുണ്ട്, ശരി. പക്ഷെ അയാളുടെ മുമ്പിൽ നിങ്ങൾ കയറി നിൽക്കണം. ഈ വഴിയിലെ ചതിക്കുഴികൾ പറയണം. നിങ്ങൾ കേട്ടോളൂ, ആ രാഷ്ട്രീയത്തിനൊന്നും നമ്മൾ എതിരല്ല. ആ രാഷ്ട്രീയം നമ്മൾ വിളിച്ചു പറയുന്നവരാണ്, പറയേണ്ടതാണ്. പക്ഷെ അതിന് സകലമാന സദാചാരത്തിന്റെയും വരമ്പുകൾ ലംഘിച്ചു മാത്രമേ പറയാൻ കഴിയൂ എന്ന് പറയുന്നത്, കറുപ്പടിച്ചാൽ മാത്രമേ കറുത്ത വർഗത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റൂ എന്നത്, ദളിതർക്ക് വേണ്ടി കവിത വരൂ എന്നത്, പീഡിതർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയൂ എന്നത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. എത്ര കുട്ടികൾ പിറകിലുണ്ടായാലും അവരോട് ഇത് ശരിയല്ല എന്ന് പറയാൻ കഴിയുക എന്നത് ആധുനിക കാലത്ത് നമ്മൾ സ്വാംശീകരിച്ചെടുക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയമാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചാണ്. പുതിയ കാലത്ത് നമ്മളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മടിയന്മാരാവാതിരിക്കുക എന്ന് പറയുന്നത്, മടി വരാതിരിക്കുക എന്ന് പറയുന്നത്, മടി എന്ന് പറയുന്നത് പണിയെടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, പണിയെടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് റിലാക്സ് എപ്പോഴുണ്ട്. പണ്ടൊക്കെ അവിടെ എന്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾ, ചെറുപ്പക്കാരിൽ നിന്ന് ചെറുപ്പം വിട്ടു മാറിയിട്ടുള്ള പ്രായത്തിലുള്ള ആളുകൾ, നമ്മളൊക്കെ അനുഭവിച്ചൊരു കാര്യമുണ്ട്. വെള്ളിയാഴ്ചയായാലും ഒരു ഇറച്ചി വാങ്ങണമെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുക, ഒരു കോഴി ആരെങ്കിലും വിരുന്നുകാരൻ വന്നാൽ വാങ്ങണമെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുക, പച്ചക്കറിക്ക് എല്ലാത്തിനും. ഓരോ മാസം കൂടുമ്പോൾ കറണ്ട് ബില്ലടക്കാനുള്ള ക്യൂവിൽ പോയി നിൽക്കുക, അങ്ങനെ വെള്ളത്തിന്റെ ബില്ലടക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്. ആധുനിക കാലത്ത് ഇതൊക്കെ വീട്ടിലിരുന്ന് നിങ്ങളുടെ എത്ര കാതം നടത്തം, എത്ര സമയത്തെ നിങ്ങളുടെ കാത്തിരിപ്പ്, എല്ലാം ഇന്നില്ല. ഇതൊക്കെ പുതിയ കുട്ടികൾക്ക് എളുപ്പമാണ്. ഉമ്മ പറഞ്ഞാൽ തന്നെ എവിടെ അടക്കേണ്ടത്, എന്താ അടക്കേണ്ടത്, അപ്പൊ തന്നെ മൊബൈൽ എടുത്ത് ബില്ലടക്കും, അപ്പൊ തന്നെ ഓൺലൈനിൽ സാധനങ്ങൾ വീട്ടിലേക്ക് വരുത്തിക്കും. ഒന്നിനും പോണ്ട. ഒരു ചെറിയ കാര്യം ഞാൻ പറയുന്നത്, എല്ലാം എളുപ്പമാണ്, സമയലാഭമാണ്. പക്ഷെ ഈ സമയലാഭത്തെ ചെറുപ്പക്കാരെ നമ്മള് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഈ സമയത്തെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? സമയം ഒരുപാട് ലാഭമുണ്ട്. പഴയ തലമുറ എന്നൊന്നും പറയണ്ട, നിങ്ങളുടെ തൊട്ടു ജ്യേഷ്ഠന്മാർ, നിങ്ങളുടെ ജ്യേഷ്ഠത്തിമാർ അഭിമുഖീകരിച്ചിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട്. ദൂരം കുറഞ്ഞിട്ടുണ്ട്, സമയം എളുപ്പമായിട്ടുണ്ട്, റിസ്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കിട്ടിയ സമയലാഭത്തെ പ്രൊഡക്റ്റീവായി, കൺസ്ട്രക്റ്റീവായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അത് കേവലം ഒരു പണിയുടെ കാര്യം മാത്രമല്ല. ഇപ്പൊ സമരമാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിഭീകരമായ പ്രശ്നം നമുക്കിടയിലൊക്കെ ഉണ്ട്. നിങ്ങൾ ബ്ലോഗ് എഴുതുന്ന ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട്, ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരന്തരമായി ഇടുന്ന, സംസാരിക്കുന്ന, ലോകത്ത് പണ്ട് നിങ്ങൾ സംസാരിച്ചിരുന്നത് ചുറ്റുവട്ടത്തുള്ളവർ മാത്രം കേട്ടിരുന്നിടത്ത് ലോകത്തോട് മുഴുവൻ സംസാരിക്കാനുള്ള ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ് നിങ്ങളൊക്കെ.
ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. വിലക്കയറ്റം രൂക്ഷമായിട്ട് നിങ്ങളുടെ വീട്ടില് പ്രവാസി സമൂഹത്തിലൊക്കെ അറിയാം, ഒരു 1000 റിയാൽ അയച്ചു കൊടുത്താൽ ഒരു മാസം ചെലവ് കഴിഞ്ഞിരുന്ന നമ്മളുടെ വീട്ടിൽ ഇന്നതല്ല 1500 കിട്ടിയാലും തികയാത്ത വണ്ണം നമ്മളുടെ ചെലവുകൾ വർദ്ധിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വിലസി നടക്കാൻ വേണ്ടി ഇത് അവിടെ വന്ന് കയറുമ്പോ യൂത്ത് ലീഗുകാരുടെ വണ്ടി ഇട്ട് നിറയെ ഇട്ടിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന യൂത്ത് ലീഗുകാരുടെ ഒക്കെ വണ്ടികളാണ്, പ്രൈവറ്റ് വണ്ടികളാണ്. നിങ്ങള് ഓരോ ദിവസവും അടിക്കുന്ന ഡീസലിന്റെ വില എത്രമാത്രം കൂടിയെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പഠിക്കുന്ന, നിങ്ങളുടെ അനുജന്മാർ പഠിക്കുന്ന, നിങ്ങളുടെ സുഹൃത്തുക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഫീസുകൾ വർദ്ധിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഏതെങ്കിലും ഒരു പോസ്റ്റിൽ പേഴ്സണലായിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ ഒരു അനുഭവം, ഗവൺമെന്റുകൾ അല്ലെങ്കിൽ രാജ്യത്തെ ഭരണകൂടങ്ങൾ നിരന്തരമായി നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ, നിങ്ങൾക്ക് നിരന്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏത് പ്രശ്നത്തെയാണ് കൊടുവള്ളി നിയോജക മണ്ഡലത്തില് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിലും നിങ്ങൾ പേഴ്സണലായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾക്കറിയാലോ, ഈ ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പൊട്ടത്തരങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ പൊട്ടത്തരങ്ങൾ അയാൾ ചെയ്തു. പക്ഷെ അതിനിടയിൽ സംഭവിച്ച, അയാൾ പോലും അറിയാതെ സംഭവിച്ച ഒരു കാര്യം എന്താ? ലോകത്ത് ക്രൂഡ് ഓയിലിന്റെ വില ചരിത്രത്തിൽ ഈ 15 കൊല്ലത്തിനിടയിലെ ഏറ്റവും ഭീകരമായ തകർച്ചയിലേക്ക് ക്രൂഡ് ഓയിൽ പോയി. കൊടുവള്ളിക്കാരോട് ദുബൈയും ഗൾഫ് എന്ന് പറയണ്ടല്ലോ. കഴിഞ്ഞ 2 ആഴ്ചയായി ഗൾഫിൽ പിന്നെയും പെട്രോളിന്റെ വില കുറഞ്ഞു. ക്രൂഡ് ഓയിലിന്റെ തകർച്ച കൊണ്ട് ലോകത്തെ എല്ലാ പെട്രോളിയം വിപണികളിലും റീറ്റെയിൽ രംഗത്ത് വില കുറഞ്ഞു. 1 റുപ്പിക കേരളത്തിലെ ടാക്സ് കുറച്ചിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റ് കുറച്ചിട്ടില്ല. ഒരു കുഴപ്പമില്ല, വളരെ കൂളായിട്ട് ക്ഷുഭിത യൗവനം പോയിട്ട് പെട്രോൾ അടിച്ച് ഡീസൽ അടിച്ച് അങ്ങനെ പോവുകയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും നിങ്ങൾ ഈ ക്രൂഡ് ഓയിലിന് ലോകത്ത് മുഴുവൻ വില കുറഞ്ഞിട്ടും പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വില കുറഞ്ഞോ എന്ന് നിങ്ങൾ ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. ചോദിക്കാനുള്ള ഒരു ആഫിയത്ത് പുതിയ തലമുറയിലെ കുട്ടികൾക്കില്ല. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് പോലും. ചിലപ്പോഴൊക്കെ യൗവനത്തെ കാണുമ്പോൾ, ചെറുപ്പം എന്ന് പറയുന്നതിന്റെ ഊർജ്ജസ്വലതയെ കാണുമ്പോൾ നിരാശ തോന്നാറുണ്ട്. നല്ല പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ യൗവനത്തിന്റെ ഒരു പ്രസരിപ്പും ചടുലതയും ആവേശവും ഒക്കെ വെറുമൊരു താങ്ങി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാറിപ്പോയാൽ പിന്നെ എന്തിനാണ് ഈ യൗവനം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? റബലുകളാവാൻ കഴിയുന്നില്ലെങ്കിൽ, തെറ്റ് കാണുമ്പോൾ പറയാൻ പറ്റുന്നില്ലെങ്കിൽ, ഇസ്ലാമികമായിട്ട് തെറ്റ് കാണുന്ന ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ കുറെ മാർഗമുണ്ടല്ലേ. അവസാനം പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ കൈകൊണ്ട് തടുക്കാൻ പറ്റണില്ല, നാവുകൊണ്ട് പറയാൻ പറ്റണില്ല, മനസ്സുകൊണ്ട് വെറുത്തേക്കൂ എന്ന് പറയാം. അതുപോലും കഴിയാതെ വെറുമൊരു താങ്ങികളായി ജീവിതം കഴിഞ്ഞു പോകുന്ന യൗവനത്തിന്റെ ഗതികേടിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? തങ്ങളുടെ അഭിപ്രായമോ തങ്ങളുടെ വിയോജിപ്പോ കൃത്യമായി പറയാനാവാതെ ചോദ്യങ്ങൾ മുഴുവൻ മറന്നു പോകുന്ന, എന്നാലോ ചോദിച്ചു എന്ന് വരുത്താനൊക്കെ നിങ്ങൾക്കറിയാം. എങ്ങനെയാണെന്നറിയോ? ചോദ്യം ചോദിച്ചാൽ ഷാജിക്ക് യാതൊരു പ്രയാസവും ഇല്ലാത്ത ചോദ്യം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വളരെ ഉറക്കെ ചോദിച്ച് ഞാനൊരു ചോദ്യം ചെയ്തവനാണ് എന്ന് ഭാവിക്കാനുള്ള നാടകമൊക്കെ അറിയാം. അതിലൊന്നും മോശമില്ല. പക്ഷെ ഉള്ളു തട്ടിയിട്ട് നെഞ്ചുറപ്പോടെ ചോദിക്കാനുള്ള കപ്പാസിറ്റി എത്ര ചെറുപ്പക്കാർക്ക് വർത്തമാനകാലത്തുണ്ട് എന്ന് നിങ്ങളുടെ ഫേസ്ബുക്കുകളും നിങ്ങളുടെ സമീപകാലത്തെ ഇടപെടലുകളും മാത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു കാര്യത്തിന് റിസ്ക് എടുക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ നിങ്ങളറിയോ, ഒരു തമാശ ഉണ്ട്. ഒരു ചങ്ങായി മറ്റൊന്നെ വിളിച്ചിട്ട് പറയാണ്, എടാ കുഞ്ഞാമത് മരിച്ചറിയില്ലേ, എന്റെ ഫേവറേറ്റ്സിൽ ഒരു ഇന്നാലില്ലാഹി ഉണ്ട്, എങ്ങോട്ട് വിടണേ. ഇന്നാലിന്നാഹി വ ഇന്നായിലൈഹി റാജിഊൻ വിട്ടുകൊടുക്കാൻ റെഡിമെയ്ഡേ ഉനക്ക് ടൈപ്പ് ചെയ്യാൻ വയ്യ. എനിക്ക് ഈ ഗ്രൂപ്പിലൊക്കെ ഏറ്റവും ബോറായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താ അറിയോ? റെഡിമെയ്ഡ് അസ്സലാമു അലൈക്കും. നമ്മൾ തമ്മിലുള്ള എല്ലാ ഇന്റിമസിയും പോവാണ്. ഒന്നുമില്ല, വർത്താനില്ല, ഒക്കെ ഫേസ്ബുക്കിലാണ്, വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലാണ് സംസാരിക്കണം, മെസ്സേജ് അയക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഇന്നാലിന്നാഹി വ ഇന്നായിലൈഹി റാജിഊൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയും ഇന്നാലിന്നാഹി വ ഇന്നായിലൈഹി റാജിഊൻ. നിങ്ങൾ അസ്സലാമു അലൈക്കും എന്നൊരാൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ പറയും അസ്സലാമു അലൈക്കും. വരില്ല, അത് ഫേവറേറ്റ്സ് റെഡിമെയ്ഡ് എടുത്തിട്ട് അസ്സലാമു അലൈക്കും.
എന്നിട്ട് മറ്റവനോട് പറയാണ്, എൻ്റെ അടുത്ത് ഇന്നാലില്ലാഹില്ല, എൻ്റെ അടുത്ത് ഒന്ന് അയച്ചേരണേ. ഒരാൾ മരിച്ച, കുഞ്ഞാമത് മരിച്ചിട്ടുണ്ട്, അപ്പൊ ഓനക്ക് അയച്ചു കൊടുക്കാനാണ്. ഒരു റിസ്കും എടുക്കാത്ത, ഒരു പണിയും എടുക്കാത്ത, ഒരു നല്ല പോസ്റ്റ് കണ്ടാൽ പോലും ലൈക്ക് ചെയ്യാൻ പോലും മടിയുള്ള, മടിയല്ല, ഒരു തരം കീഴടങ്ങലാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ അത് നമ്മളൊക്കെ ഭയങ്കര സംഭവമായിട്ട് പറയുന്നത് ചാരിറ്റിയാണല്ലോ. ചാരിറ്റിയുടെ ഒരു അരാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാനത് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ നല്ല സെൻസിൽ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്, എന്നാലും പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയാണ്. ഈ പുതിയ ചാരിറ്റിയുടെ പ്രത്യേകത എന്താ? ഓൺലൈൻ ചാരിറ്റിയുടെ പ്രത്യേകത എന്താ? കൊടുക്കുന്നവനും പിരിക്കുന്നവനും എളുപ്പമാണ്. കൊടുക്കുന്നവനും പിരിക്കുന്നവനും എളുപ്പമുള്ളൊരു പണിയാണ്. കടമ തീർന്നു, അപ്പൊ തന്നെ നോക്കി ഓരോ ഏതാണ് ലിങ്ക് എടുത്തു, പൈസ അയച്ചു കൊടുത്തു, ബാധ്യത കഴിഞ്ഞു, ഞാൻ അതിൽ പങ്കാളിയായി, തീർന്നു. ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഡൊണേറ്റ് യുവർ സ്മൈൽ, ഡൊണേറ്റ് യുവർ വേർഡ്സ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഡൊണേറ്റ് യുവർ പ്രസൻസ്, ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സമൺ ലൈഫ്സ്. ഡൊണേറ്റ് യുവർ സ്മൈൽ, സ്മൈലി അല്ലട്ടാ, സ്മൈൽ. നമുക്ക് സ്മൈലി അയച്ചു കൊടുക്കാൻ വലിയ ഉഷാറാണ്. ഈ ഓൺലൈൻ പരിപാടിയാണ്. കാണുമ്പോൾ ഒരാളോട് നേർക്ക് നേരെ നിന്ന് ഹൃദയം തുറന്ന് ചിരിക്കുക, പുണ്യാണ്. പ്രവാചകൻ പറഞ്ഞാണ്, നിങ്ങൾ ചിരിച്ച പുണ്യാണ്, സദക്ക പോലെ പുണ്യാണ്. ഗാന്ധിജി പറഞ്ഞു, ഡൊണേറ്റ് യുവർ സ്മൈൽ, ഡൊണേറ്റ് യുവർ മണി എന്നല്ല. നിങ്ങളൊരു രോഗിയെ കാണുമ്പോൾ, സങ്കടമുള്ള ഒരാളെ കാണുമ്പോൾ ചേർത്ത് പിടിച്ച് ഒന്ന് ചിരിക്കുക. ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. ഒപ്പം മറ്റൊരാൾക്ക് ഹൃദയഹാരിയായ ഒരു ഫീലാണ്. ഡൊണേറ്റ് യുവർ പ്രസൻസ്. രോഗി ഉണ്ടെങ്കിലേ പോണ വഴിയിൽ അവനെന്ത് കാണാൻ വേണ്ടി വീട്ടിലൊക്കെ കയറി അവന്റെ അടുത്തൊക്കെ പോയിരുന്ന് എന്തൊക്കെ വിഷമായ, ആരോഗ്യം കുറച്ച് ബുദ്ധിമുട്ടായില്ലേ, സാരില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പെട്ടെന്ന് ഉത്സാഹമാവട്ടെ, ഗംഭീരാവട്ടെ, വിഷമൊന്നും ഉണ്ടാവൂല. നിങ്ങൾ എത്ര പൈസ ഓൺലൈനിൽ അയച്ചാലും ആ ഫീൽ ഉണ്ടാവില്ല. ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സമ്മർ ലൈഫ്സ് എന്നാണ്. അത് ചിലരുടെ ജീവിതത്തിൽ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്. ഒരു വാക്ക് മതി എന്നാണ്, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി എന്നാണ്, ഒന്നിങ്ങനെ അവന്റെ ഹൃദയത്തിനകത്തു കൈവച്ച് എന്താണ് അതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ മതി എന്നാണ്. ഈ പുതിയ തലമുറയുടെ മടിയുടെ ഭാഗമാണ് ഈ പറയുന്ന കൊടുക്കുന്നവനും പിരിക്കുന്നവനും എളുപ്പമുണ്ട് എന്ന് പറയുന്ന ഈ ഓൺലൈൻ ചാരിറ്റി പോലും എളുപ്പമാണ്. ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായിട്ട് പറയല്ല. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്, ബുദ്ധിമുട്ടുള്ള പണിയാണ്, വെറുപ്പ് ഉണ്ടാക്കാനുള്ള പണിയാണ്. നിങ്ങൾ അത് ശരിയല്ലെന്ന് അധികാരി വർഗത്തിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ, നിങ്ങളുടെ നേതാവിന്റെ മുഖത്ത് നോക്കി അത് ശരിയല്ല എന്ന് പറയുമ്പോൾ വെറുപ്പുണ്ടാകും, നിങ്ങൾക്ക് ലഭ്യമാകുന്ന പലതും നഷ്ടമാകും എന്നതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. ഉടനെ പോയിട്ട് ചാരിറ്റിയിൽ കക്ഷിയാവാൻ ആവും, വലിയ ഒരു ബുദ്ധിമുട്ടില്ല, നോ റിസ്ക്, എളുപ്പതാണ്. രാഷ്ട്രീയം പറയണ്ട, രാഷ്ട്രീയം പറയണ്ട. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഏറ്റവും ചടുലമായി രാഷ്ട്രീയം പറഞ്ഞു എന്നുള്ളതാണ്. സീതി സാഹിബ് ബാഫക്കിത്തങ്ങൾ എടുക്കുന്ന ഏതാ മനുഷ്യൻ? ബാഫക്കിത്തങ്ങൾ മുസ്ലിം ലീഗിന്റെ വഴിയിൽ വരുന്നത് ലീഗ് ജയിച്ചിട്ടല്ല, ബാഫക്കിത്തങ്ങൾ ലീഗിനെ തോൽപ്പിച്ചിട്ട് ബാഫക്കിത്തങ്ങളെ ലീഗിലേക്ക് കൊണ്ടുവരികയാണ്. ലീഗും ബാഫക്കിത്തങ്ങളും തമ്മിൽ വേറെ വേറെ മത്സരിച്ചു, ബാഫക്കിത്തങ്ങൾ ജയിച്ചു. ജയിച്ച ബാഫക്കിത്തങ്ങളെയാണ് തോറ്റ ലീഗ് ചേർത്ത് പിടിച്ചത്. ധിഷണ വൈഭവം ഉണ്ടായിരുന്നു, ആർജവുണ്ടായിരുന്നു ആരുടെ മുമ്പിലും. ഇന്നൊക്കെ അങ്ങനെ ഓരോരുത്തരുടെ മുമ്പിൽ, ചില വർത്താനങ്ങളുടെ മുമ്പിലൊക്കെ പതറിപ്പോടില്ലേ, ചിലരുടെ മുമ്പിലൊക്കെ എന്തെല്ലാം കുത്തിത്തിരിപ്പുകളാണ് ഇല്ലേ? സീതി സാഹിബിന്റെയും MK ഹാജിയുടെ ഒക്കെ തട്ടിപ്പിന് വിധേയനായി ബാഫക്കിത്തങ്ങൾ എന്ന് പറയുന്ന പോങ്ങന്മാര് വരെയുള്ള ഒരു സമയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബാഫക്കിത്തങ്ങൾ ഇത്ര ആർജവുള്ള, കെൽപ്പുള്ള, ശക്തിയുള്ള, രാഷ്ട്രീയ ധിഷണാവൈഭവമുള്ള, ചോദിക്കാനൊരു മടിയുമില്ലാത്ത, വാങ്ങേണ്ടത് ചോദിച്ചു കൂടെ നിൽക്കുന്ന സമൂഹത്തിന് കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ധൈര്യൻ എന്ന് പറയുന്നത് അതിന്റെ മൂർത്തഭാവമായിരുന്ന ഒരാൾ. അപ്പൊ ചോദിക്കുകയും അപ്പൊ ഈ കോംപ്രമൈസ് ചെയ്ത് പോകുക എന്ന് പറയുന്നതിന് ഇതൊന്നും ബാധകമല്ല. ഇപ്പൊ നിങ്ങൾ ഈ കൊടുവള്ളി നിയോജകമണ്ഡലക്കാര്, താമരശ്ശേരി, കൊടുവള്ളി സമീപകാലത്ത് ഒരുപാട് മോശപ്പെട്ട വാർത്തകൾ വന്ന പ്രദേശമാണ്. ഒരുപാട് മോശപ്പെട്ട വാർത്തകൾ, നിർഭാഗ്യവശാൽ കൊലപാതകങ്ങളുടെ, ലഹരി പിടുത്തത്തിന്റെ ഒക്കെ വാർത്തകൾ വന്നു. വലിയ സങ്കടമുള്ള,
നമ്മളൊക്കെ ജാഗരൂകരാവേണ്ടത്. ഞാൻ ഈ ലഹരിയുടെ വിഷയം വന്നപ്പോ അപ്പൊ എല്ലാവരും ഭയങ്കര ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഹരിയുടെ പരിപാടി, ലഹരി അതിനെല്ലാവരും കൊണ്ട്, കാരണം റിസ്ക് ഇല്ല, എല്ലാവരും പുറത്ത് അതിനെതിരാണ്. അവന്റെ സുഖമുള്ള പണിയാണ്. യൂത്ത് ലീഗുകാർക്കും കുറച്ച് സുഖമുള്ള പണിയാണ്, കാരണം ആരുടെ വെറുപ്പും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഏർപ്പാടാണ്. ഈ ലഹരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ചാടി കയറിയിട്ട് ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് ജഗതി പറഞ്ഞ മാതിരി ഇത് ഏറ്റെടുത്ത് നടക്കേണ്ട മംഗള ബാധ്യതയാ. എനിക്ക് മനസ്സിലാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ കള്ള് കുടിക്കരുത് എന്ന് ഉപദേശിക്കണം എന്താ കാര്യം മനസ്സിലായത്? കള്ള് ഇവിടെ കിട്ടാനുണ്ട്, അതുകൊണ്ടാ കുടിക്കരുത് അറിയണത്. നമ്മൾ ഉപദേശിക്കുന്നില്ലേ കള്ള് കുടിക്കരുത്, ചാരായം കഴിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, സിഗരറ്റ് വലിക്കരുത്. എന്താ കാര്യം അറിയോ? ഇതൊക്കെ ഇവിടെ കിട്ടാനുണ്ട്, കിട്ടാനുള്ളത് നിങ്ങൾ കഴിക്കരുത് ഉപദേശിക്കുക. കിട്ടാനില്ലാത്തത് എങ്ങനെ ഞങ്ങളോട് കഴിക്കരുത് അറിയാ, ഉപയോഗിക്കരുത് അറിയാം? അത് ഗവൺമെന്റ് അല്ലേ നോക്കേണ്ടത്, നിങ്ങളാ നോക്കേണ്ടത്. കഞ്ചാവ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയേണ്ട കേസ് എന്ത്? കഞ്ചാവന്നെ പാടില്ലല്ലോ, പിന്നെ എങ്ങനെ ഉപയോഗിക്കല്? ഗവൺമെന്റ് അത് ചെയ്യേണ്ടത്. രാജ്യത്തെ ഹശീഷ് ഉപയോഗിക്കരുത് എന്ന് നിങ്ങളോട് ആരാ പറയേണ്ട ആവശ്യം? ഹശീഷ് കിട്ടാനില്ലല്ലോ, കിട്ടുന്നുണ്ടോ? അത് ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. അപ്പൊ ഗവൺമെന്റ് എന്തായത് ഈ ചളിയെല്ലാം കൂടി നമ്മളെല്ലാം കൂടി ദേഹത്ത് വാരി തേച്ചിട്ട് നമ്മൾ ഒരുമിച്ച് നേരിടാൻ, അങ്ങനെ ഒരുമിച്ച് നേരിടണ. ഗവൺമെന്റ് ചെയ്യേണ്ട പണി ഗവൺമെന്റ് ചെയ്യണം. അപ്പൊ പോയിട്ട് അവിടെ നമ്മൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണ്ടേ? സൗകര്യമില്ല, അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഗവൺമെന്റ് ചെയ്യേണ്ട പണി വീക്കാവുമ്പോ ഒരു കഞ്ചാവും ഹഷീഷും MDMA ഒക്കെ പിടിക്കാൻ ഓൾക്ക് പറ്റാതാവുമ്പോ ഒരു നേരം ജനങ്ങളെ വേക്കിട്ട് കള്ളു കുടിക്കേണ്ടെന്ന് അറിയാം. നിങ്ങൾ സിനിമയിൽ കള്ളു കുടിക്കുന്ന കാണുമ്പോ അപ്പൊ തന്നെ താഴെ എഴുതൂലേ കള്ള് ആരോഗ്യത്തിന് ഹാനികരമാണ്, അങ്ങനെ എഴുതൂലേ? കാര്യം എന്താണ്? അതിവിടെ അവൈലബിൾ ആണ്. അവൈലബിൾ ആയതുകൊണ്ടല്ലേ നമ്മൾ വയൽ പറയണത് കുടിക്കരുത്. കഞ്ചാവ് അവൈലബിൾ ആവാൻ പാടില്ലല്ലോ. അതായാൽ അതിന്റെ ഉത്തരവാദി വിൽക്കുന്നവനും കുടിക്കണവനല്ല, ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നമ്മളെല്ലാം കൂടി അതിന്റെ പ്രതിജ്ഞയായിട്ടാ. അതിനാവുമ്പോഴോ വേറെ വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലേ? ഒത്തിരിക്കാരെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ആരെ വെറുപ്പൊന്നും ഉണ്ടാവില്ല, എല്ലാവരും അതിനെതിരാണ്. റിസ്ക് ഉള്ള രാഷ്ട്രീയം വേറെ കുറെ ഉണ്ട്, ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയം വേറെ കുറെ ഉണ്ട്. ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരാളെ കൂടെ, അഷ്റഫിനെ അറിയോ നിങ്ങൾക്ക്? അഷ്റഫിനെ കേട്ടിട്ടുണ്ടോ ഇന്നാരെങ്കിലും? ഇന്ന് യൂത്ത് ലീഗുകാർ ആരെങ്കിലും അഷ്റഫിനെ കേട്ടിട്ടുണ്ടോ? പറഞ്ഞാടി. ആരോ പറഞ്ഞു മംഗലാപുരം. വയനാട്ടിലെ മലപ്പുറത്തുകാരനായ പുൽപ്പള്ളിക്കാരൻ അഷ്റഫിനെ, ചെറിയൊരു പയ്യനെ ഇന്നലെ നമ്മൾ അറിഞ്ഞത് ഇന്നലെയാണ്, മംഗലാപുരത്ത് വെച്ച് ഒരാൾക്കൂട്ടം വർഗീയവാദികൾ, ഹിന്ദു ഫാഷിസ്റ്റുകൾ കൊന്നുകളഞ്ഞു. കേരളത്തില് അത്രമേൽ വലിയ വാർത്തകൾ ഇല്ലാതായതുകൊണ്ട് പതുക്കെ പതുക്കെ ഇന്ന് ആ വാർത്ത കുറച്ചൊക്കെ പലരും കൊടുക്കും. സത്യത്തിൽ എത്രമാത്രം ലജ്ജാകരമായ, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഞാനിത് അറിഞ്ഞ ഉടനെ പുൽപ്പള്ളിയിൽ എന്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു. കടുത്ത മാനസിക രോഗിയായ ഒരു ചെറുപ്പക്കാരൻ, കുറെ കാലമായി മാനസിക രോഗിയാണ്. അതല്ലാത്ത ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ കൊലപാതകം അല്ലെന്ന് ഞാൻ പറയണില്ല. ഒരു മാനസിക രോഗിയെ ഒരു ഉളുപ്പില്ലാതെ സംഘം ചേർന്ന് നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ കൊന്നു തള്ളി. കേരളം കിടുങ്ങേണ്ട വാർത്തയാണ്. ഇത്തരം വാർത്തകള് ലീഗ് പറഞ്ഞാൽ മാത്രമേ CPM ഏറ്റെടുക്കുള്ളൂ, ലീഗ് പറഞ്ഞാൽ മാത്രമേ ഏറ്റെടുക്കുള്ളൂ. നമ്മളാരെങ്കിലും ഏറ്റെടുത്തോ? അത് എത്ര ഭീകരമായ വിഷയമാണ്. മധു കൊല്ലപ്പെടുന്ന ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട്. മുനീർ സാഹിബ് നിയമസഭയിൽ ഞാനുണ്ടായിരുന്നു. മധു കൊല്ലപ്പെടുന്ന സമയം നിയമസഭയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ വേദന എത്ര സങ്കടത്തോടെയാണ് നമ്മൾ കണ്ടത്. വിശന്നിട്ട് ആ ചെറുപ്പക്കാരനെ എങ്ങനെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് കൊല്ലുന്ന ഒരു സീനില്ലേ, നമ്മൾ കണ്ടതല്ലേ അത്. അഷ്റഫ് കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? നിങ്ങളുടെയും എന്റെയും ഒക്കെ മുമ്പിലാണ്. എത്ര മലയാളികളുണ്ട് മംഗലാപുരത്ത് താമസിക്കുന്നത്? കൊന്നത് ആരാണ്? ഈ രാജ്യത്തിലെ ഫാസിസ്റ്റുകളല്ലേ? എത്രമേൽ വാർത്തയായി, എത്രമേൽ പ്രതിഷേധമായി. ഞാൻ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, ഇതൊന്നും അറിയണില്ല? ഇത് മനസ്സിലാക്കാൻ പറ്റണില്ല? ഇതിൽ ഏറ്റവും അപകടത്തെ കുറിച്ച് ചിന്തിക്കണില്ല ഞങ്ങള്? ഒരു മാനസിക രോഗിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, എത്ര ചെറിയ കുട്ടിയാണ്, കൊന്നു തള്ളിയിട്ട് അകത്ത് മുഴുവൻ പരിക്കാണ്. നമ്മുടെ നാട്ടില് കിടുങ്ങിയോ? വലിയ വാർത്തയായോ?
പറഞ്ഞാൽ കുഴപ്പാവുന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ ഒരു വലിയ പ്രശ്നമാകുമെന്നാണോ വിചാരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ ഒരു ആന്തരികമായ അർത്ഥമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. അത് ഗൗരവത്തോടെ, സൂക്ഷ്മതയോടെ പുതിയ കാലത്ത് ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്. എന്താണെന്നറിയോ? അത് ലീഗ് ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെത്. അതൊരു സൂക്ഷ്മത ആവശ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആധുനിക കാലത്ത്. ചെറിയ കാര്യമല്ല. കാരണം എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു മുസ്ലിമാണ് എന്ന ധാരണയെ നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഒരു സാമുദായികമായ കൂട്ടായ്മയായി നിൽക്കലാണ്. പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, നിങ്ങളുടെ സൂക്ഷ്മത കുറവ് കൊണ്ട് അപകടങ്ങൾ വരാൻ ഇടയുള്ള ഒരു രാഷ്ട്രീയമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. നിങ്ങളൊരു വിശ്വാസി എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദിരേഖമുണ്ട്, ഒരു ആദരവുണ്ട്, ഒരു ബഹുമാനമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഒരു നല്ലത് പ്രവർത്തിക്കുകയും, ഞാൻ മുസ്ലിം എന്ന് പറയുകയും, നല്ലത് പ്രവർത്തിക്കുകയും നല്ലത് പറയുകയും, ഞാൻ മുസ്ലിം എന്ന് പറയുകയും, അങ്ങനെയാണ്. വെറുതെ പറയല്ല, ഒരു കാനേഷുമാരി മുസ്ലിമല്ല. അടയാളപ്പെടുത്തും വിധം ജീവിച്ച് പോവുക എന്നത് അഭിമാനകരമാണെന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസി, അവനവനിലെ അവനോട് തന്നെയുള്ള ഒരു പ്രൗഡ് അവനുണ്ടാകുന്ന വിധത്തിൽ അവൻ ആത്മബോധമുണ്ടാക്കുന്നതാണ് അവന്റെ സാമുദായിക ബോധം എന്ന് പറയുന്നത്. പക്ഷേ ആ സാമുദായിക ബോധം ഇൻക്ലൂസീവായിട്ടുള്ള, എല്ലാത്തിനെയും സ്വീകരിക്കാൻ കഴിയുന്ന, എല്ലാവരെയും മാനുഷികമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആധുനിക ലോകത്തിലെ സ്വത്വ സംഘാടനം എന്ന് പറയുന്നത് അതിന്റെ സൂക്ഷ്മതയിൽ പ്രവർത്തിക്കേണ്ടുന്ന ഒന്നാണ്. ഞാൻ പറയാം. ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ സമുദായത്തിന് വേണ്ടി വലിയ സൂക്ഷ്മതയോടെ, കേരളം അദ്ദേഹത്തെ ഗുരു എന്നാണ് വിളിക്കുന്നത്. ഗുരു എന്നതിന് നമ്മൾ മാതാ, പിതാ, ഗുരോ, ദൈവം എന്ന് പറയാറുണ്ട്. എന്നാൽ ദൈവത്തിന് തുല്യമാണ് ഗുരു എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയാറുണ്ട്. മാതാവ് ആണ് പിതാവിനെ കാണിച്ചു തരിക, മാതാവാണ് ആധികാരികമായി ഇത് പിതാവെന്ന് പറയുകയും ചെയ്യുക. മാതാവ് പിതാവിനെ കാണിച്ചു തരും, പിതാവ് ഗുരുവിനെ കാണിച്ചു തരും, ഗുരു ദൈവത്തെ കാണിച്ചു തരുന്നതാണ്. അത്രമേൽ ഉയർന്ന് നിൽക്കുന്ന, ദൈവത്തിലേക്ക് വഴിവെട്ടുന്നവനായി നിൽക്കുന്നവനാണ് ഗുരു എന്ന് പറയുന്നത്. മലയാളി ഒരു ലജ്ജയുമില്ലാതെ, ഒരു മടിയുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ ഏറെ സന്തോഷത്തോടെ വിളിക്കുന്ന പേരാണ് ഗുരു എന്ന്. ശ്രീനാരായണ ഗുരുദേവൻ ആ മനുഷ്യൻ മരിക്കുന്നത് വരെ സംസാരിച്ചത് തൻ്റെ ഈഴവ സമുദായത്തിന് അസ്തിത്വമുണ്ടാക്കാൻ, അവരുടെ രാഷ്ട്രീയത്തെ കൃത്യമാക്കാൻ, അവർ സംഘടിക്കാൻ, അവർക്ക് വിവരമുണ്ടാവാൻ തന്നെയാണ്. പക്ഷേ ആ മനുഷ്യൻ എല്ലാത്തിനും അതീതമായി നമ്മളുടെയൊക്കെയും ഗുരുവാണ്. മന്നത്ത് പത്മനാഭൻ നായർ സമൂഹത്തിന് വേണ്ടി ഏറ്റവും വലിയ പീഡനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരു സമൂഹമായിരുന്നു നായർ സമൂഹം. അവരെ സമുദ്ധരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഡോക്ടർ പൽപ്പുവിനെ പോലെയുള്ള സാമുദായിക സമുദ്ധാരകർ, സീതി സാഹിബിനെ പോലെയുള്ള സാമുദായിക സമുദ്ധാരകർ, ഇവരൊക്കെ ഉണ്ട്. എന്നാൽ ഇതുപോലെ തൻ്റെ ജാതിക്ക് വേണ്ടി സംസാരിച്ച ഒരാളായിരുന്നു ഹിറ്റ്ലറും. ഇവിടെ വ്യത്യാസം. ഹിറ്റ്ലറുടെ സമുദായ സ്നേഹവും വർഗസ്നേഹവും അല്ലായിരുന്നു കേരളത്തിലെ നവോത്ഥാന നായകർ ഉയർത്തിപ്പിടിച്ച വർഗസ്നേഹം എന്ന് പറയുന്നത്. എന്തെന്നാൽ എൻ്റെ സമുദായം നന്നാവണം, ശക്തി പ്രാപിക്കണം. ഈഴവന്മാർ, നായന്മാർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, വ്യത്യസ്ത സമൂഹങ്ങൾ, ഇവിടുത്തെ ദളിതുകൾ, ആദിവാസികൾ, ഇവരൊക്കെയും പരന്നു കിടക്കുന്ന ശാഖകളാണ്. നമ്മളൊക്കെ പണ്ട് ഉദാഹരണം പറയുന്ന പോലെ ശരീരത്തിന്റെ വ്യത്യസ്ത അവയവങ്ങളാണ്. ഒന്ന് വീക്കായാൽ മറ്റതിനെയും ബാധിക്കും, അത് വീക്കായാൽ ഇതിനെയും ബാധിക്കും. എല്ലാവരും വേറെ വേറെ മാറി നിന്ന് ഇതിനെ ശാക്തീകരിപ്പിക്കുക വഴി സജ്ജമായ ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. ഹിറ്റ്ലർ പക്ഷേ ചെയ്തത് വേറെയാണ്. പഴയ നിയമം വിശ്വസിക്കുന്ന ജൂതന്മാരെ അവരാണ് ഏറ്റവും അപകടകാരികൾ, കണ്ടാൽ കൊന്നുകളയേണ്ടവർ, അവരാണ് അപകടകരമായ സമൂഹം എന്ന് പഠിപ്പിച്ചു എന്നതാണ്. ഹിറ്റ്ലറിൽ എന്ന് പറയുന്ന സമുദായ സ്നേഹിയിൽ നിന്ന് കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ, സാമുദായിക പ്രവർത്തനത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഇത് സാമുദായിക പ്രവർത്തകർ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കൊടുവള്ളിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും ഉഷാറായിട്ട് കൊണ്ടുപോകുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മാത്രമായ ഒരു ലോകമല്ല ഇത്. നിങ്ങളുടെ മാത്രമായ
ഒരു നേട്ടത്തിന്റെയും പുരോഗതിയുടെയും അടയാളപ്പെടുത്തേണ്ട ഇടമല്ല ഇത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുക. CH മുഹമ്മദ് കോയ സാഹിബ് അതിമനോഹരമായ സൂക്ഷ്മതയോടെ പറഞ്ഞൊരു വാക്കുണ്ട്. വികാരവിക്ഷുബ്ധതയിലാണ് CH അത് പറയുന്നത്. പക്ഷെ പതറിയിട്ടുണ്ടായിരുന്നില്ല. തലമുടി നാരിഴ എന്നാണ്. തലമുടിയല്ല, തലമുടി നാരിഴ. ആ നാരിഴയുടെ വ്യത്യാസം വരെ നിനക്ക് നിന്റെ അവകാശം ചോദിച്ചു പോകാം. മറ്റൊരുത്തന്റെ തലമുടി നാരിഴ ഇങ്ങോട്ട് വരരുത്. ഇതൊരു പ്രശ്നമാണ്. നിങ്ങൾ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നം നിങ്ങളുടെ പ്രശ്നമാണ്. ആ നാട്ടിൽ എല്ലാവരുടെയും സങ്കടങ്ങൾ, എല്ലാവരുടെയും സന്തോഷങ്ങൾ, എല്ലാവരുടെയും ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ, പ്രശ്നങ്ങൾ നിങ്ങളുടേതാണ്. കാരണം അവരെല്ലാവരും നിങ്ങളും കൂടെ ചേർന്നാണ് നിങ്ങളുടെ ഒരു പ്രദേശം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ നാട്ടിൽ മുഴുവൻ സൗഹൃദമൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ മാതൃക പുരുഷന്മാരായി നിൽക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. അതാണ് ഈ സാമുദായിക പ്രവർത്തനത്തിലെ മറ്റൊരു വശം എന്ന് പറയുന്നത്. കാരണം എല്ലാവരെയും നന്നാക്കി എടുക്കാൻ പുറപ്പെടുക ശ്രീനാരായണ ഗുരുദേവന് പറ്റുമായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവരെ നന്നാക്കി എടുക്കട്ടെ. കാരണം എന്താണ്? ഇവരെന്റെ സമുദായക്കാരാണ്. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും, അവരെന്നെ വിശ്വസിക്കും, ഞാൻ അവരെ നന്നാക്കാം. അത്രേ സതുദ്ദേശമുള്ളൂ, ദുരുദ്ദേശമൊന്നുമില്ല. മറ്റുള്ളവരെ ചീത്തയാക്കാനല്ല. ഹിറ്റ്ലർ പറഞ്ഞെന്താണ്? മറ്റുള്ളവരെ കൊല്ലണം എന്നാണ്, നശിപ്പിക്കണം എന്നാണ്. ഇതല്ല. നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ശക്തമായി നിന്നോളൂ, കുഴപ്പമില്ല. അതിനപ്പുറത്ത് മറ്റുള്ളവരോ വേറൊരു പ്രാധാന്യമില്ല, വേറെ ഒന്നുമില്ല. കുലം കൊണ്ടും വർഗവർണ്ണങ്ങൾ കൊണ്ടൊന്നും നിങ്ങളെ നന്നാക്കുകയും ചീത്തയാക്കുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്രം അല്ലല്ലോ ഇസ്ലാം. ഒരിക്കലും അല്ല. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയിലും നിങ്ങളുടെ കർമ്മഫലത്തിലും നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു വർഷം കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോ മാസങ്ങൾ കഴിഞ്ഞു വരുന്ന കൊടുവള്ളി മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളോ അല്ല നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. അതിനപ്പുറം നിങ്ങളെ നിങ്ങളാക്കി നിർത്തുന്നതിൽ പങ്കുവഹിച്ച ഒരു ഐഡിയോളജിയുണ്ട്. ലീഗ് രാഷ്ട്രീയത്തിന്റെ പ്രസക്തി അതാണ്. ആ ഐഡിയോളജിയുണ്ട്. അത് നിങ്ങളെ ഇവിടെ സംസാരിപ്പിക്കാൻ പഠിപ്പിച്ചവരവരാണ്, സമൂഹത്തിൽ മിങ്കിൾ ചെയ്യാൻ പഠിപ്പിച്ചവരാണ്. അതിനടുത്തൊരു ഭയങ്കരമായ ഒരു സൈക്കോളജിക്കൽ മൂവ് ഉണ്ട്. അതൊന്നും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ പറയണില്ല. CH സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് 70കളിലാണ് പറയുന്നത്, 60കളിലാണ് പറയുന്നത്, 50കളിലാണ് പറയുന്നത്. അന്ന് ഈ പ്രശ്നമൊന്നുമല്ല ഉള്ളത്. അന്ന് ഇവിടെ നിൽക്കാൻ പറ്റുമില്ല എന്നുള്ള പ്രശ്നമാണ്. ഇപ്പോ ഓരോ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്ന വാർത്തകളില്ലേ. അന്ന് അതിരൂക്ഷമായ സ്വാതന്ത്ര്യാനന്തര ഇഷ്യൂസ് നിൽക്കുന്ന കാലമാണ്. അന്ന് CH പറഞ്ഞാണ്, നിങ്ങളുടെ നാടാണ്, നിങ്ങളുടെ മണ്ണ്. ആരെങ്കിലും സംശയം പറഞ്ഞാൽ അവന്റെ മുഖം മണ്ണിലേക്ക് അമർത്തി പിടിക്കും. അവന് മണം കിട്ടണം, നിന്റെ പിതാമഹന്മാർ ഈ രാജ്യത്തിന് വേണ്ടി ചിന്തിയ ചോരയുടെ മണമെന്ന് CH പറഞ്ഞു കൊടുക്കും. എന്തിനാ അറിയാതെ? ഇത് നിന്റെ നാടാണ് എന്ന് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ഒരു അഭിമാന ബോധം ഉണ്ടാകാനാണ്, ഉറച്ചു നിൽക്കാനാണ്, അവകാശബോധം ഉണ്ടാവാനാണ്. ആ അവകാശബോധം പതുക്കെ 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 ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞ എന്താ അറിയങ്ങൾ? നേരെ പോയിട്ട് നിങ്ങൾ ഒറ്റക്ക് നിൽക്കാനല്ല, നാട്ടിലെ പൊതുപ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ പറഞ്ഞു. സ്കൂൾ ഉണ്ടാക്കണേ. ആരുടെ സ്കൂള്? എല്ലാവരുടെയും. പൊതു കിണറുണ്ടാക്കണേ, പാലം, ഇടവഴി, നടവഴി, അല്ലേ? അതിലൊക്കെ അല്ലേ പങ്കാളിയായത്? അതെല്ലാവരുടേതുമാണ്, അതെല്ലാവരുടേതാണ്. അപ്പൊ നിങ്ങൾ മിങ്കിൾ ചെയ്യാൻ തുടങ്ങി, ഒരുമിച്ച് പണിയെടുക്കുമ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ഒരുമിച്ച് വെള്ളം കുടിക്കാൻ തുടങ്ങി. അങ്ങനെ പെരുന്നാൾ ഒരുമിച്ചായി, ഓണം ഒരുമിച്ചായി, ക്രിസ്മസ് ഒരുമിച്ചായി, നാട്ടിൽ അതിന് വേർതിരിവില്ലാതായി. അമ്പലത്തിലെ ഉത്സവത്തെ സന്തോഷത്തോടെ കാണാൻ തുടങ്ങി. അവിടെ അങ്ങനെ നടക്കണു. പള്ളിയിലെ പെരുന്നാൾ വരുമ്പോൾ അവിടുന്ന് അങ്ങനെ അത് വലിയ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ് സുഹൃത്തൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴാ തുടങ്ങണേ, എപ്പോഴാ കൊടിയേറ്റം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി, മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവനവന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ലീഗ് അത്യധ്വാനം ചെയ്തിട്ടാണ് നിങ്ങളെ ഈ പൊതു പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഇറക്കി വിട്ടത്. അതിനകത്ത് ചെറിയ ചെറിയ തർക്കങ്ങളും ദേഷ്യങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പാർട്ടിയെ കൈവിടുകയോ കരുവാക്കുകയോ ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളെല്ലാവരോടും പറയാണ്. ഒരു പൊതുവിഷയത്തിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കാനാണ് കൊടുവള്ളിയിലെ ലീഗുകാർ
യൂത്ത് ലീഗുകാർ ആദ്യം പഠിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പൊതു രാഷ്ട്രീയം വരുമ്പോൾ അവിടെ വച്ചിട്ട് അൾട്ട ഉൾട്ട കളി കളിക്കാൻ നിൽക്കരുത്. ഞങ്ങളോട് പറയാണ്, ഒരു പ്രയാസമില്ല. നിങ്ങൾ മതിലല്ല, നിങ്ങൾ വലിയ മതിൽ കെട്ടിയാലും പറയാനുള്ളത് പറഞ്ഞ് ഞാൻ പറയുന്നുകൊണ്ട് പറയാണ്. കൊടുവള്ളിയിൽ എനിക്ക് ഒരുപാട് കുടുംബക്കാരുണ്ട്, നല്ലവണ്ണം അറിയാം. അതുകൊണ്ടും പറയാണ്, രാഷ്ട്രീയ പ്രവർത്തകർ നിങ്ങൾക്ക് കൊടുവള്ളിയിൽ രാഷ്ട്രീയത്തെ നല്ലവണ്ണം പഠിച്ചുകൊണ്ടും പറയാണ്. നസീഫ് നിങ്ങളെ ഭാരവാഹികൾ എല്ലാവരും കൂടി വന്നപ്പോൾ ഞാൻ അവരോട് കൃത്യമായിട്ട് ഇസ്മായിലോടൊക്കെ പറഞ്ഞാണ്, വരുത്തൊക്കെ വരാം, പക്ഷെ പറച്ചിൽ പറഞ്ഞിട്ടേ പോകാൻ പറ്റുന്നതാണ്. ലീഗ് എന്ന് പറയണതാണ്. അതിനിടയിൽ ഏതെങ്കിലും വ്യക്തിയല്ല, ലീഗ് നിങ്ങൾക്ക് ആർജവമുണ്ടാക്കി തന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കുറച്ചൊക്കെ അതിനോട് മര്യാദ കാണിക്കണം, കുറച്ച് മതി. കാരണം 5 കൊല്ലം കൂടുമ്പോൾ 1 പ്രാവശ്യമൊക്കെ അല്ലേ വരുള്ളൂ, അല്ല ആകെ 2 പ്രാവശ്യം. ഒരു മര്യാദ, ഒരു വാക്കു പാലിക്കൽ. അതങ്ങനെ കൊടിയും ചിഹ്നമൊക്കെ കാണുമ്പോൾ ഒന്ന് കൽബൊക്കെ ഒന്ന് പറിച്ചോട്ടെ എന്ന്, അതിനുള്ള മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയണത്. രണ്ടാമത്, കൊടുവള്ളി നിയോജക മണ്ഡലം. നിങ്ങൾ ഇവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്ത് നോക്കിയിട്ടുണ്ടാവും. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നോട് ഞാൻ നിങ്ങളോട് പറയാണ്, ഇത് നിങ്ങളുടെ മണ്ഡലത്തിൽ വന്ന് നിങ്ങളെ മൊഞ്ചാക്കിയിട്ടാണല്ലോ ഞാൻ പറഞ്ഞു പോകേണ്ടത്. കാരണം തിരിച്ചു പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ. പക്ഷെ ഞാൻ വേറൊരു മണ്ഡലം നിങ്ങളെ പരിചയപ്പെടുത്താം. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലം. ഞാനത് പറയണം. നാദാപുരം മണ്ഡലം കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും വലിയ പീഡനം ഏറ്റുവാങ്ങിയൊരു മണ്ഡലമാണ്. എത്ര പേരെയാ കൊന്നു കളഞ്ഞത്? പ്രസവിച്ച് കിടക്കുന്ന മകള്, കുഞ്ഞ് കരയാനായിട്ടില്ല, വാതിലിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആർക്കാണ്, അവളുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് വാപ്പയുടെ കഴുത്ത് അറുത്ത് മുറിക്കുകയാണ്. നാദാപുരത്ത് ഒരു പീഡനകാലം ഉണ്ടായിരുന്നില്ലേ നാദാപുരത്ത്? ആ നാദാപുരത്ത് നിങ്ങളറിയോ, ഇങ്ങനെയൊക്കെ ലീഗ് രാഷ്ട്രീയം. ഒരു കൊള്ള നടന്നിട്ട് ഇതാ നേതാക്കന്മാരില്ലേ ഇവിടെ? നിങ്ങളൊക്കെ പോയി നോക്കാറില്ലേ? റസാഖ് മാഷൊക്കെ ഉണ്ടല്ലോ അവിടെ, ഓരോ കലാപം നടക്കുമ്പോൾ പോയി നോക്കാറില്ലേ? ക്ലോസറ്റ് വരെ ഊരിക്കൊണ്ടുപോകും, എന്നിട്ട് കഴുകി തുടച്ചിട്ട് ഉപയോഗിക്കാനാണ് ക്ലോസറ്റ്. അമ്മാരി കള്ളന്മാർ അടിച്ചു പൊളിച്ച് കൊള്ള നടത്തും. പക്ഷെ ഓരോ കലാപങ്ങൾ കഴിയുമ്പോഴും നാദാപുരത്ത് അവിടുത്തെ ജനത ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങി എന്നുള്ളതാണ് നാദാപുരത്തിലെ ലീഗ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ മോശമാക്കിയിട്ട് പറയല്ല. വടകര താലൂക്ക് നിങ്ങൾ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാലും, ഡൽഹിയിൽ പോയാൽ, ജാമിയ മില്ലിയയിൽ പോയാൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ, നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയാൽ, അവിടുത്തെ മികച്ച വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ മഹാഭൂരിപക്ഷവും വരുന്നത് വടകര താലൂക്കിൽ നിന്നാണ്. 27ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പ്രതിരോധത്തിനിടയിലും നാദാപുരത്തിൻ്റെ മണ്ണിൽ അവരുണ്ടാക്കി വച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതിരോധമുണ്ടാക്കേണ്ടത് സാംസ്കാരികമായ മികവ് കൊണ്ടാണ്, വിദ്യാഭ്യാസം കൊണ്ടാണ്, കല കൊണ്ടാണ്. അതല്ലാതെ തെരുവുകളിൽ തീർക്കുന്ന ബഹളങ്ങൾ കൊണ്ടല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇന്ന് പത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ളത് എന്താണെന്ന് സ്ത്രീകൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇന്ന് പത്രത്തിൽ വാർത്ത ഉണ്ട്, അറിയില്ലല്ലോ. ശാരദാ മുരളീധരൻ്റെ വാർത്ത അല്ലേ? ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരുന്ന ശാരദാ മുരളീധരൻ അല്ലേ മുന്നിൽ സാഹിബിനറിയാം. ഇന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അവർ പറഞ്ഞെന്താ അറിയോ? ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് അവർ അഭിമുഖീകരിച്ചൊരു പ്രശ്നമാണ്. എവിടെ? കേരളത്തിൽ. ഇടതുപക്ഷം തുടർച്ചയായിട്ട്, അതിൻ്റെ മുമ്പൊക്കെ വരച്ചിട്ടുണ്ട്, തുടർച്ചയായി 8 കൊല്ലം 9 കൊല്ലം പൂർത്തിയായി അതിൻ്റെ ആഘോഷ പരിപാടിയായി നടക്കുന്ന മുഖ്യമന്ത്രിയുടെ താഴെ വന്ന് പറയാണ്, ഒരു സ്ത്രീ ഇരട്ടിപ്പണിയെടുക്കണം, അവർക്ക് അവരുടെ പൊസിഷൻ ക്ലിയർ ചെയ്യാൻ. അതെങ്ങനെ ആവുക? മുസ്ലിം പെൺകുട്ടികൾക്കിടയിൽ നിന്ന് വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സമകാലികമായ രാഷ്ട്രീയത്തിൽ അവരുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അവർ നിർവഹിക്കുന്ന ഒരുപാട് വളർന്നു. നിങ്ങൾ ഇനി വെറുതെ അത് കാണാതെ നിന്നിട്ട് കാര്യമില്ല. നമ്മളെങ്ങനെ പണ്ട് പഠിപ്പിച്ചിരുന്നത്? പൂക്കോയത്തങ്ങള് അവസാനത്തെ പ്രസംഗം കാഞ്ഞങ്ങാടാണ്. പൂക്കോയത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പെൺകുട്ടികളെ നിങ്ങൾ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണം. 10ാം ക്ലാസ്സിലപ്പോൾ പഠിക്കണത് കുട്ടികൾ. CH മുഹമ്മദ് കോയ സാഹിബ് KC അബൂബക്കർ മൗലവിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽസ് സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് നിർത്തി വണ്ടി നിർത്താൻ പറഞ്ഞു. മന്ത്രിയാണ്.
കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ CH പറഞ്ഞത്രേ KC-യോട്, നമ്മളെ മക്കൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു കാലൻ്റെ KC നമുക്ക് എപ്പോഴാ കാണുക? CH-ന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു എന്ന് KC പറഞ്ഞു. കാണാൻ CH ഇല്ല, കേൾക്കാൻ പൂക്കോയത്തങ്ങളും ഇല്ല. നമ്മളൊക്കെ ഇല്ലേ? പെൺകുട്ടികൾ എവിടേക്കാണ് വളർന്നെത്തിയിരിക്കണമെന്ന് അറിയാം നിങ്ങൾ? എത്ര ശക്തമായിട്ടാണ് അവരോട് സംസാരിക്കാൻ കഴിയുന്ന ഭാഷ നിങ്ങളുടെ കയ്യിലുണ്ടോ? സമൂഹത്തിൻ്റെ കയ്യിലുണ്ടോ? സമുദായത്തിൻ്റെ കയ്യിലുണ്ടോ? ആധുനിക തലത്തിൽ ഞാൻ എല്ലാ മതസംഘടനകളുടെ പരിപാടികളിൽ പോകുമ്പോൾ പറയും, ഈ പുതിയ പഠിച്ചു വന്ന പെൺകുട്ടികളോട് ദഅവത്ത് നടത്തി കൊടുക്കാൻ, അവർക്ക് മതം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഭാഷ നിങ്ങളുടെ കയ്യിലുണ്ടോ? അത്രമേൽ പഠിച്ചിരിക്കുന്നു അവര്. ശാരദാ മുരളീധരൻ പറയാണ്, ഒരു പെണ്ണ് ഇരട്ടിപ്പണിയെടുക്കണം, വേണോ? ഞങ്ങളെന്തേ അന്നേ പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല. ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. ലീഗിന് അതിൽ നിലപാടുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റിയും ജെൻഡർ ഇക്വാലിറ്റിയും ഒക്കെ തട്ടിപ്പാണ്. ജെൻഡർ ജസ്റ്റിസ് ആണ് പ്രധാനം, നീതി. ജെൻഡർ ഇക്വാലിറ്റി എന്താ അറിയങ്ങള്? പെണ്ണുങ്ങൾ വളർന്നോട്ടെ, ഇക്വാലിറ്റി. ഇതിന്റെ മോൾക്ക് പോണ്ട. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ഇടതു ഭാഗത്ത് ഇരിക്കുക ശൈലജ ടീച്ചർക്ക്, മുഖ്യമന്ത്രി ആവാന്ന് വിചാരിക്കരുത്, അത്രേ ഉള്ളൂ. ഇക്വാലിറ്റി ഇരിക്കുമ്പോഴാണ്. ഇക്വാലിറ്റി അല്ല ശരി, ജസ്റ്റിസ് ആണ്. നിങ്ങൾ ഇക്വാലിറ്റി പറഞ്ഞാൽ നടക്കില്ല. എങ്ങനെ ഇക്വാലിറ്റി പറഞ്ഞാൽ നടക്കുക? 10ാം ക്ലാസ്സിൽ മാർക്ക് നിങ്ങൾക്ക് 210, നിങ്ങൾ അനിയത്തിക്കോ ഡിസ്റ്റിങ്ഷൻ. ഇങ്ങനെ ഇക്വാലിറ്റി? നിങ്ങളെക്കാൾ ബുദ്ധി നോക്കുന്നുണ്ടെന്ന് മിനിമം സമ്മതിച്ചു കൊടുത്താൽ പോരെ? മാർക്കില്ലേ? അവക്ക് ശമ്പളം 10,000, മോനോ 7,000. ഓളല്ലേ മിടുക്കി, അത് നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കീഴിൽ പോയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പണിയെടുക്കുക. എന്നിട്ട് മനസ്സിലായില്ല? ഏത് കാലത്ത്? പെൺകുട്ടികളെ ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടണം എന്ന് പറയുന്ന ജാഹിലിയ കാലത്ത്. എന്നിട്ട് മനസ്സിലായില്ല? അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ, അള്ളാഹുവിനെ അറിയില്ലേ? ലോകത്തിന്റെ മാതൃകയാണ് ഈ മനുഷ്യൻ, ഈ പ്രവാചകൻ എന്ന് അറിയില്ലേ? ഉറപ്പല്ലേ? എന്നിട്ട് ഒരു പെണ്ണിന്റെ കീഴിൽ തൊഴിലാളിയായിട്ടാണ് പ്രവാചകനെ നിർത്തിയത്, അല്ലേ? കാര്യം എന്താണ്? ബിസിനസ്സില് ലോകത്തിന്റെ നായകൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തങ്ങളെക്കാൾ കഴിവുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹക്ക്. ആ പഠിപ്പിച്ചത് ഇസ്ലാമിൽ ജസ്റ്റിസ് ആണ്, ഇക്വാലിറ്റി അല്ല. ഈ ജസ്റ്റിസ് കൊടുക്കണവർക്ക് ഞാൻ പറയാണ്, നിങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളെ മൊഞ്ചാക്കിയിട്ട് എന്തോ പഠിത്തം, എന്തോ ഉഷാരെന്ന് പറഞ്ഞാൽ പോരാ. കുടുവള്ളിക്കാരെ ബിസിനസ്സുകാരല്ലേ നിങ്ങൾ? നല്ല കച്ചവടം ചെയ്യണവരല്ലേ? നിങ്ങളെ മിടുക്കെന്താണ്? എന്ത് മിടുക്കന്മാരാണ് നിങ്ങൾ! സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അഭിമാനമാണ്. ഈ കാസർഗോഡുകാരെയും കുടുവള്ളിക്കാരെ കാണുമ്പോൾ ഒരു അഭിമാനമാണ്. ഇടയിൽ കുഴപ്പമുണ്ടാക്കുന്നവരല്ല, നേരെ ബിസിനസ് ചെയ്തിട്ട് മിടുക്കന്മാരായി ചെറുപ്പത്തിൽ തന്നെ അത്യധ്വാനം ചെയ്ത് പോകുന്ന ആളുകളെ എനിക്ക് വലിയ ഇഷ്ടം. നിങ്ങളെ കഫ്റ്റീരിയയിൽ മോനെ കൊണ്ടുപോകും, നിങ്ങൾക്ക് എത്ര വാശി? മോളെ കൊണ്ടുപോയിട്ട് നിർത്ത്, അവള് ബിസിനസ് പഠിക്കട്ടെ, അവള് ബിസിനസ് ചെയ്യട്ടെ. ഗൾഫ് ആൺ റിസർവേഷനാ. എത്ര പെൺകുട്ടികൾ ഓൺട്രപ്രണർഷിപ്പ് എടുത്തിട്ട് ഈ കൊടുവള്ളിയിലെ ഓൺട്രപ്രണറായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. നല്ല പഠിക്കുന്നവർ, നല്ല മിടുക്കന്മാര്, നല്ല ഉഷാറത്തികളായിട്ടുള്ള ആൾക്കാരില്ലേ? എന്താ അങ്ങനെ കൊണ്ടുപോകാത്തത്? അവർക്ക് അതിന്റെ അച്ചടക്കവും അധബോധയും അവർക്ക് ബിസിനസ് ചെയ്തൂടെ? ആരാ തടുക്കേണ്ടത്? എവിടെയാ മാതൃകയുള്ളത്? എവിടെയാ മാതൃകയുള്ളത്? നിങ്ങൾ അവരെ ഉൾക്കൊള്ളണം. നിങ്ങളെ മണ്ഡലത്തിൽ എത്ര പാട്ടുകാരുണ്ട്, എത്ര യൂത്തുകാർ ഓരോട്ട് വന്നിട്ടുണ്ട്. എങ്ങാനും ഇതിലെ പ്രശ്നം എന്താ വെച്ചാല്, ഒരുത്തന് അത്യാവശ്യം കഴിവുണ്ട്, വന്നാൽ നമുക്ക് പാരാവുന്നുണ്ട്. ഭയം നമുക്കുള്ളതുകൊണ്ട് അടുപ്പിക്കാനും പ്രയാസാണ്. മൊത്തത്തിൽ പാരയുടെ കളിയാണ്. അപ്പൊ അതുകൊണ്ട് പേടിയാണ്. പാട്ട് പാടുന്നവനെ സമ്മതിക്കൂല, എഴുതുന്നവനെ സമ്മതിക്കൂല, വരക്കുന്നവനെ സമ്മതിക്കൂല, കവിത ഉള്ളവനെ തീരെ പറ്റൂല. ഓനെ ബുദ്ധിജീവിയാക്കി കളിയും. അത് നല്ല പരിപാടി. അപ്പോൾ ഓൻ ഭയങ്കര ബുദ്ധിജീവിയാണ് എന്നുവെച്ചാൽ ഒന്നിനും കൊള്ളില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓനെ വിശ്വസിക്കണ്ട. എൻ്റെ ചങ്ങായിമാരെ, എത്ര പാടുന്ന ആളുകളെ, എത്ര കഴിവുള്ളവരെ, എത്ര വരക്കണവരെ നിങ്ങൾക്ക് എത്ര പേരറിയാം? ഞാൻ ഇസ്മായിലിനോടും നസീബിനോടൊക്കെ പറയണത്, നിങ്ങൾ ഇതിന് ശേഷം കൊടുവള്ളിയിലെ ഒരു ഏറ്റവും സർഗാത്മകമായ ചലനാത്മകമായ യുവതയായി മാറാൻ ഇനി നിങ്ങൾക്ക് കഴിയണം. അതിൻ്റെ പടിയാണിത്. ഇതോടെ നിർത്തിയിട്ട് ഇതിൻ്റെ ക്ഷീണമായിട്ട് നിങ്ങൾ വിശ്രമിക്കാൻ പാടില്ല. അങ്ങനെയാണ് സാധാരണ ഒരു പരിപാടി അങ്ങ് നടത്തിയിട്ട് അതിൻ്റെ മൂർച്ചയിൽ പിന്നെ അതിൻ്റെ ക്ഷീണം തീർക്കലാണ്. അങ്ങനെയല്ല, ഇത് തുടക്കമായിട്ടാണ് വേണ്ടത്.
ഇതിൽ നിന്ന് ചുവട് വെച്ച് നിങ്ങൾ അതിൻ്റെ ആവേശത്തെ പ്രൊഡക്റ്റീവായിട്ട് ഈ നിയോജക മണ്ഡലത്തിന് വിനിയോഗിക്കാനാണ് നിങ്ങൾക്ക് കഴിയേണ്ടത്. അതിന് കഴിയണില്ലെങ്കിൽ ഈ മുടക്കിയ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പണിയെടുത്ത നിങ്ങളുടെ എല്ലാ പരിപാടികളും വെറുതെ ആവുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് പാടുന്നവർ, എഴുതുന്നവർ, നല്ല മിടുക്കികളായിട്ടുള്ള പെൺകുട്ടി, അവരെയൊക്കെ തന്നെ കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. പിന്നെ സമകാലികമായ രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഒരു വ്യക്തത. പെൺകുട്ടികൾ കുറെ കൂടെ അപ്ഡേറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അവരെ പരിശോധിച്ചാൽ അറിയാം. അതിൽ ഏറ്റവും വലിയ വ്യക്തത എന്താ അറിയോ നിങ്ങൾ? ഇന്ത്യയുടെ ഒരു റിയാലിറ്റി ഫാഷിസമാണ്. മംഗലാപുരത്ത് നിന്ന് കേൾക്കുന്നതും അത് തന്നെയാണ്. വഖഫ് വിഷയത്തിലും കേൾക്കുന്നത് തന്നെയാണ്. ഇന്ത്യയിലെ ദൈനംദിനമായി കേൾക്കുന്ന ഈ ഫാഷിസത്തിന്റെ കാര്യത്തിൽ ഒരു കാലത്തും ഇന്ത്യയിലില്ലാത്ത, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ കൺഫ്യൂഷനായി നിന്നിരുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പ്രതിരോധത്തിൽ ഒരു കൃത്യമായ ക്ലാരിറ്റി, ഒരു വ്യക്തത സമീപകാലത്തുണ്ടായി. ആ വ്യക്തതയുടെ അപ്പോസ്തലൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ഇന്ത്യയിൽ. അത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമല്ല. അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസിന് ഒരു രാഷ്ട്രീയമുണ്ട്. അതിനുമപ്പുറം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരത്തെ സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഹുൽ രാഷ്ട്രീയമുണ്ട്. നിഷേധിച്ചിട്ട് കാര്യമില്ല, അതിൽ വ്യക്തതയുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഏറ്റവും ഭീകരമായ പീഡനങ്ങൾ ഇന്ത്യയുടെ തെരുവുകളിൽ അനുഭവിച്ചപ്പോൾ മണിപ്പൂരിലടക്കം ആ ക്രിസ്ത്യാനികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ അതേ രാഹുൽ, അതേ ഇന്ത്യയിലെ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം, മുസ്ലിം വിരുദ്ധമായ ഫാഷിസ്റ്റ് സമീപനങ്ങൾ വന്നപ്പോഴും അവരെയും ചേർത്ത് പിടിച്ചു. ഇതൊരു കൃത്യതയാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും കോൺഗ്രസ് ഉണ്ട്. അവർക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാം. ആ നഷ്ടത്തിന്റെയും മുകളിൽ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞപ്പോഴാണ് BJPയുടെ സ്വപ്നങ്ങൾക്ക് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ വഖഫ് ബില്ലിനകത്ത് കൂടുതൽ വോട്ടുകൾ സംഘടിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞത്. ഇന്ത്യ ഫാഷിസ്റ്റ് വിരുദ്ധ വഴിയിൽ നടക്കുന്നുണ്ട്. അവിടെ ക്ലാരിറ്റി ഉണ്ട്, അവിടെ കൃത്യതയുണ്ട്. കേരളം എന്ന് പറയുന്ന ടാവട്ടത്തിനകത്ത് പോലും അതിനപ്പുറത്തേക്ക് പോകാൻ ഇടമില്ലാത്ത CPM, ഒരു നഷ്ടവും വരില്ല, 1000 ഉറപ്പുള്ള CPMന് ഈ പറയുന്നതിൻ്റെ 1000-1 രാഷ്ട്രീയം പോലും പറയാൻ കഴിയുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. വരുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള വോട്ടുകളിൽ മാത്രമല്ല, നിങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ സമീപനങ്ങളിലും ഈ രാഷ്ട്രീയത്തിലെ വ്യക്തതയും ക്ലാരിറ്റിയും ഈ ഹാളിനകത്ത് നിന്ന് സ്വാംശീകരിക്കുവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ മനനങ്ങൾ നടത്തി, പരിശോധനകൾ നടത്തി, ആലോചനകൾ നടത്തി അതിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് മറ്റ് പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചിന്തയുടെ, ആലോചനയുടെ, ഈ ആഘോഷ പരിപാടികളിലാണ് നമുക്കെല്ലാം താല്പര്യമുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ എല്ലാവരും അങ്ങനെയാണ്, ഒരു ബഹളത്തിൽ. അതിനപ്പുറത്ത് ഈ മതിലിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന ഓരോ ദിവസത്തെ വർക്കുകൾ എനിക്കറിയാം. ഇപ്പോൾ നേരത്തെ പറയുമ്പോൾ എന്നോട് പിന്നെ വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പിന്നെ എന്നെ പൊന്തിച്ച് പറയാൻ വേണ്ടി പറയുന്ന സാധനമാണ്. ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ. അല്ല, അതിനേക്കാളൊക്കെ എന്നോട് പറഞ്ഞാൽ എവിടെ കിട്ടാൻ? ഞാനൊക്കെ എത്ര വയസ്സായി നിൽക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ മാത്രം അധ്വാനാണ്. അപ്പം ഞാൻ വരുന്നപ്പം എന്നോട് പറയുക ആ പരിപാടികളൊക്കെ കൂടി ഒന്ന് നിർത്തിയാൽ ഈ പരിപാടി ഗംഭീരമാവും. അങ്ങനെ ഞാൻ പറയുന്നത്. ആ നിർത്താവുന്ന ഇനിയുള്ള പരിപാടികളിലൊക്കെ അങ്ങനെ വരുന്നവനൊക്കെ വെറുതെ പൊന്തിച്ചു പറയുക ആവശ്യമില്ലാതെ. സത്യം പറഞ്ഞാൽ അതൊക്കെ എന്തൊരു അലോസരമാണ് ശരിക്ക്. നമ്മളിവിടെ സ്റ്റേജിലിരിക്കുമ്പോൾ ഭയങ്കരനാണ്, തരക്കടില്ല, അങ്ങനെ പറയുന്നവനൊന്നും നമ്മൾ പോയാൽ നല്ല പറയില്ല. അങ്ങനെയാണ് എൻ്റെ കാര്യം. അത് നമുക്കറിയാം. ഇപ്പം ഇത് നമ്മൾ കുറേ അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പിന്നെ പറയുന്നതിനൊരു സുഖം, കയ്യടിക്കുമ്പോൾ നിങ്ങൾക്കൊരു സുഖം, കേൾക്കുന്ന എനിക്ക് പക്ഷെ ഒരു സുഖമില്ല. കാരണം ഇത് നമുക്ക് ടൂക്കുകയാണെന്ന് നന്നായിട്ട് എനിക്ക് അറിയണമുണ്ട്. നിങ്ങൾ എത്ര നല്ല മിടുക്കന്മാരാണ്, നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ഈ മതിലിൻ്റെ ഓരോ പ്രോഗ്രാമുകളും ഇവരിങ്ങനെ അയച്ചു തരും. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും, അതെ ജൗഹർ സിൻസിയറാണ്, പക്ഷെ അങ്ങനെ പറയേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാൻ അതിൻ്റെ ശേഷമുള്ള പരിപാടികളൊക്കെ അവർ അയക്കുമ്പോൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ മണ്ഡലത്തിലെ യൂത്ത് ലീഗർ അവർ തന്നെയാണ് ഇതിൻ്റെ ഓരോ കളറും ഓരോ പ്രോഗ്രാമുകളും ഒക്കെ ചെയ്തത്. ഞങ്ങൾ ചെയ്തതാണ് എന്ന് നിങ്ങൾക്ക് അതല്ലേ ഒരു അഭിമാനം.
വെറുതെ അല്ലാതെ നമ്മളൊന്നും അതിനകത്ത് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. ഇവരെ ഏകദേശം പ്രോഗ്രാമൊക്കെ വന്ന് സന്തോഷത്തോടെ പറഞ്ഞു. അവരുടെ ഒരു ജ്യേഷ്ഠനാണ് ഞാൻ, അവരുടെ മുമ്പിൽ യൂത്ത് ലീഗിൽ നടന്ന ആളാണ്, മുനീർ സാഹിബിന് ശേഷം യൂത്ത് ലീഗിൽ വന്നിട്ടുള്ള ഒരാളാണ്. എനിക്കും ആ ഒരു സന്തോഷമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ സ്റ്റേജിലൊക്കെ വരുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ കുറേ മാറേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരാളെ വെറുതെ ഇപ്പോൾ പറയാണ് എന്നോട് പറഞ്ഞു കൃത്യമായിട്ട് ഇവരൊക്കെ ജൗഹറും നസീബൊക്കെ എന്നോട് പറഞ്ഞു 7 മണിക്ക് തുടങ്ങും, ഞാൻ 7 മണിക്ക് വന്നു. എന്നിട്ട് വെറുതെ പറയും ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നും വെറുതെ ഒരു തിരക്കില്ലാണ്ട് ഇവിടെ എത്താൻ വേണ്ടി വെറുതെ ആ കേവിൻ്റെ കൂടെ ചായം കുടിച്ചിട്ട് ഞാൻ അടക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ വേണ്ടിക്കാണ്. അപ്പോൾ പറയും ആ ജൗഹർ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ വെറുതെ പറയും. ഇങ്ങനെ കുറേ ഇതൊക്കെ ആളുകൾക്ക് എന്തുമാത്രം അലോസരം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾ എണീറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാന്ന് നിങ്ങൾക്കറിയാം. 5 ജാതി കുട്ടികളാണ്. എന്നിട്ട് ഓല് ട്രോളും. മനസ്സിലായിക്കോളൂ. നിങ്ങൾ കഴിക്കേണ്ടത് ഇത് ആർക്കും മനസ്സിലാവില്ല എന്ന് ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അറിയാം നിങ്ങൾ എന്താ പറയാൻ പോകണമെന്ന് ഈ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. ഒരുത്തനെ കയറ്റിയാൽ പറയും ഇതാണ്. ഇന്നലെ ഒരാളെ കുറിച്ച് ഇതുപോലെ പറഞ്ഞുകൊടുക്കുക സ്റ്റേജിൽ വന്ന്. അപ്പോൾ അയാൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ചിരിച്ചിട്ട് ഇങ്ങനെ കയ്യൊക്കെ കൂട്ടി ആസ്വദിക്കുന്നുണ്ട്. ഇതെനിക്കൊരു ചങ്ങായി അയച്ചിട്ട് പറയാം പഹയൻ ആസ്വദിക്കണ കണ്ടോന്ന്. ഇന്ന് ജൗഹർ സംസാരിക്കുമ്പോണ്ടല്ലോ ഞാൻ വളരെ മസിൽ പിടിച്ചിരുന്നു. കാരണം ഇതാരെയും വീഡിയോ എടുത്തിട്ടിട്ടാൽ ഈ പറയുന്നത്. കാരണം ഈ ആ ജാതി കുട്ടികളാണ് ചുറ്റുമുള്ളത്. നമ്മളിതൊന്നും അറിയില്ല എന്ന് വിചാരിക്കരുത് നിങ്ങൾ. നന്നായിട്ട് കുട്ടികൾക്ക് അറിയാം. വമ്പിച്ച ട്രോളാണ്. ഞാൻ ദ്വാരക്കണ ഒരു കാര്യം എന്താ പറയുക, ഉഷാറാണ് ഗംഭീരാണെന്നൊന്നും പറയണമെന്നില്ല, നമ്മളെ കളിയാക്കപ്പെടാതിരുന്നാൽ മാത്രം മതി എന്നാണ് സത്യം പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കിട്ടാവുന്ന ഒരു ഭാഗ്യത. അപ്പം അതുകൊണ്ട് കുറേയൊക്കെ അതിൻ്റെ ഒരു ക്ലാരിറ്റി, വ്യക്തത അതൊക്കെ വരണം. ഈ ക്ലീഷേ സാധനങ്ങൾ എത്ര കണ്ട് നിങ്ങളുടെ ഓരോ പ്രോഗ്രാമുകൾക്കും ചെറിയ എനിക്ക് വിഷമമുള്ള കാര്യം ഞാൻ കൂളായി വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. അവനെ വിളിച്ചൊരു കണ്ടപ്പോൾ പ്രോഗ്രാമൊക്കെ കണ്ടപ്പോൾ മാറ്റരുതേ, പക്ഷെ ഇന്ന കാര്യത്തിൽ ഞാൻ യോജിപ്പില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരും പറയരുത്, ഒരാളും പറയരുത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ചില കാര്യങ്ങൾ വരുമ്പോൾ അത് ഞാൻ പറയുന്നത് വളരെ വ്യക്തതകൾ ഉണ്ടാവുക, വ്യത്യസ്ത പരിപാടികളാക്കാൻ കഴിയുക. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നത് ഒരു പുതിയ കമ്മിറ്റി വരുമ്പോൾ ഞാൻ അന്ന് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ കമ്മിറ്റി ഇതാ കാസർഗോഡുണ്ട് മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയൊക്കെ വരുമ്പോൾ പുതിയ കമ്മിറ്റി വന്നാൽ എന്താ നിങ്ങൾ പൈസയൊക്കെ ആ പുതിയ കമ്മിറ്റിക്ക് കൊടുക്കണം, ഒക്കെ കൊടുക്കണം. പക്ഷെ മിനിറ്റ്സ് കൊടുക്കരുത്. മിനിറ്റ്സ് പറ്റുമെങ്കിൽ കത്തിച്ചാളും. കാരണം എന്താ പറയുക, പുതിയ കമ്മിറ്റി വന്നുള്ള പരിപാടി എന്താ പറയുക, മറിച്ചിട്ട് ആദ്യം തന്നെ ക്യാമ്പ്, അപ്പോൾ അവിടെ തന്നെ ക്യാമ്പ്, പിന്നെ കൺവെൻഷൻ, പിന്നെ സെമിനാർ. ഇതെങ്ങനെ 2018 ഒരു കമ്മിറ്റിൻ്റെ 2025 ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പുതിയ കാലത്ത് നിങ്ങളെ തിരഞ്ഞെടുത്തെന്തിനാ? പുതിയ ആലോചനകൾ ഉണ്ടാവണം, പുതിയ ചിന്തകൾ ഉണ്ടാവണം. ഉറപ്പിച്ച് സിൻസിയറായിട്ട് ഞാൻ പറയാം. ഇതിൻ്റെ കുഴപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഗംഭീരമായിട്ട് നിങ്ങൾ സംഘടിപ്പിച്ചു എന്ന് ഈ യൂത്ത് ലീഗിലെ മുഴുവൻ പ്രവർത്തകന്മാരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ്. വിമർശനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇത് ഞാൻ മൊഞ്ചാക്കി പറഞ്ഞതല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കെതിരായിട്ട് പറഞ്ഞ എല്ലാ വിമർശനങ്ങളും അതേ ഗൗരവത്തിൽ അവിടെ തന്നെ ഉണ്ട്. അതിനൊന്നും നിങ്ങൾക്കൊരു ഒന്ന് സോപ്പിടാൻ വേണ്ടി ലാസ്റ്റ് ഒന്ന് സമ്മതിച്ചാണ്. അസ്സലാമു അലൈക്കും. താങ്ക് യു. ഒരു കുറഞ്ഞ സമയത്തെ ഇന്ററാക്ഷൻ സെഷൻ നമ്മുടെ വേദിയിൽ നടക്കുകയാണ്. ആർക്കെങ്കിലും സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരമാണ്. കുറഞ്ഞ സമയം കൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ, നേരത്തെ ഷാജി സാഹിബ് പ്രസംഗിച്ചതിലോ സംഘടനാപരമായ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചോദിക്കേണ്ടവർക്ക് ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇവിടെ യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് കൊടുത്ത ഒരു നിർദ്ദേശം നല്ല കൺസ്ട്രക്റ്റീവായിട്ടുള്ള പുതിയ പദ്ധതികൾ വരണമെന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പത്തെ ചരിത്രങ്ങളൊന്നും അറിയില്ല. പക്ഷേ നിങ്ങളെ കാലഘട്ടത്തിൽ ഒരു കമ്മിറ്റി മാറി പുതിയൊരു കമ്മിറ്റി വന്ന സമയത്ത് ഒരു നാഷണൽ ഡെലിഗേറ്റ് ഒരു യാത്രയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ അതുവരെ തുടർന്നിരുന്ന നടപ്പ് രീതികളിൽ നിന്നും വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മറ്റേതെങ്കിലും പ്രോഗ്രാമുകൾ മുൻപ് കാലത്ത് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്.
ആ റെഡി. ഈ അന്നത്തെ കാലത്ത് ഈ നടപ്പ് രീതികളിൽ നിന്ന് മാറ്റായതെന്ന് വെച്ചാൽ കോൺഫറൻസുകൾ നടത്തിയിട്ട് ആളുകളെ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ അന്ന് ചെയ്തത് നമ്മൾ അനുഭവവേദിയാക്കുക. ഇന്നത്തെ പോലെ വിഷ്വലൈസ് ചെയ്യാൻ വേറെ മാർഗങ്ങളില്ലാത്ത കാലമായതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ആളുകളെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്കോളേഴ്സ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നിട്ട് നമ്മൾ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും അവരെ കൊണ്ടുപോയി അവരെ കാണിച്ചു കൊടുത്തു, അവർക്ക് രൂപം ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ഇപ്പോഴും നമ്മളുടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് ബീഹാറിലെ സുബൈർ ഹുദവിയുടെ അതിമനോഹരമായ ക്യാമ്പസൊക്കെ വന്നത് അന്നത്തെ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വന്ന ചിലരാണ് അതിന് മുൻകൈ എടുത്തിരുന്നത്. അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം മതിയാകും ഒരുപക്ഷെ ആ പരിപാടി നടന്നതിൽ ഒരു അൽഹംദുലില്ലാ ഒരു വലിയ സംഭവമായിട്ട് പറയാവുന്നൊരു കാര്യം. ഒറ്റൊന്ന് മാത്രം മതിയാവും. പിന്നെ കാശ്മീരിലൊക്കെ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്, ബംഗാളിൽ വന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. നമ്മളുടെ പിന്നീട് പാർട്ടി വിട്ടുപോയ സാബിർ ഗഫാറൊക്കെ അതിൻ്റെ ഒരുപാട് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടികൾ ആ സമയത്ത് വിചാര സദസ്സ് പോലത്തെ ചില മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആ കാലത്തിനാണ്. പുതിയ കാലത്ത് അതിനേക്കാൾ കുറേ കൂടെ ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ വിസിബിലിറ്റി പോലും മാറിക്കഴിഞ്ഞു. പുതിയ കാലത്ത് അതിനേക്കാൾ കൂടുതൽ മനോഹരമായും ക്രിയേറ്റീവായിട്ടും ചെയ്യാവുന്ന പുതിയ മാർഗ്ഗങ്ങളുണ്ടാവും. ഞാനതിന് പുതിയ കാലത്ത് പറയാൻ ഞാൻ ഒട്ടും പ്രാപ്തനല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പുതിയ കാലത്ത് ഒരു ചിന്ത പോലും ഈ പുതിയ തലമുറയുടെ മുമ്പിൽ എൻ്റെത് അത്ര നിസ്സാരമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയണില്ല. നമ്മുടെ സമകാലിക കേരളത്തിലാണ് പറയുന്നത്. ചാരിറ്റി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ സംഘടന പലപ്പോഴും ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചാരിറ്റി നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുമെന്ന് പാർട്ടിയുടെ നേതാക്കളും അതേപോലെ തന്നെ ഘടകങ്ങളും വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വയനാട് മുണ്ടൊക്കെ അത് സർക്കാരുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ അത്തരം ഒരു സാഹചര്യം മാറാൻ സമയമായിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ കലങ്ങി മറിയുന്ന രാഷ്ട്രീയം ഇവിടെയൊക്കെ ഇടപെടുന്നതിൽ ഈ ചാരിറ്റി പ്രവർത്തനത്തിലുള്ള അമിതമായ ഒരു 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 മത്സര സ്വഭാവം നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ. ഈ നിങ്ങളുടെ ചോദ്യത്തിലെ ഈ അമിതമായ എന്നിടത്താണ് പ്രശ്നമുള്ളത്. ചാരിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒരാൾ ഒരിക്കലും എന്നോടൊരു പറഞ്ഞു, ഇന്ന പഞ്ചായത്ത് കഴിഞ്ഞ തവണ 10 ബൈത്തുറഹ്മ കൊടുത്തു, ഞങ്ങളുടെ പഞ്ചായത്ത് ഇത്തവണ 20 എണ്ണം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈ ബൈത്തുറഹ്മ എന്ന് പറയുന്നത്? ഒരാൾക്ക് വീട് വെക്കാൻ ഒരു നിവൃത്തിയില്ലാത്തൊരു മനുഷ്യൻ അയാളുടെ കഷ്ടപ്പാട് കണ്ട് അയാളുടെ കുറച്ച് സുഹൃത്തുക്കൾ, പാർട്ടിക്കാർ എല്ലാവരും കൂടെ ചേർന്ന് അയാൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കുകയാണ്. അതല്ലേ ഒരു നീഡിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതല്ലാതെ കൊടുവള്ളി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി 10 ബൈത്തുറഹ്മ കൊടുത്തുകൊണ്ട് താമരശ്ശേരി പഞ്ചായത്ത് 20 കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ 20 ആളെ തെരഞ്ഞ് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതല്ലല്ലോ ചാരിറ്റി. ഈ വീടില്ലാത്തവനൊരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന അനിവാര്യതയുണ്ട്. പിന്നീട് അത് ആഘോഷമായിട്ട് വീട് പ്രഖ്യാപിച്ചിട്ട് ആളെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നിടത്തേക്ക് ചാരിറ്റി എത്തുന്നെങ്കിൽ അത് അനാരോഗ്യകരമാണ്, അത് പാടില്ലാത്തതാണ്. അത്തരത്തിൽ ആഘോഷിക്കപ്പെടേണ്ടതല്ല ചാരിറ്റി. ആവശ്യങ്ങളുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിജി പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു, ആവശ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ കുറേ വർക്കുകൾ ഇപ്പോൾ നടക്കുന്ന CS സെൻ്ററൊക്കെ പോലത്തെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നിടത്തുണ്ട്, ചിലതുണ്ട്. എന്നാൽ അവിടെ ഇപ്പോൾ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി നേരിട്ട് ഇതിനൊരു മോണിറ്ററിങ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങ് തുടങ്ങാനല്ല, ആവശ്യമാണ് വേണ്ടത്, അതിനെങ്ങനെ പരത്തി കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് എത്തുന്നുണ്ടെങ്കിൽ അവിടെയാണ് ചാരിറ്റി പ്രവർത്തനത്തിൽ അനാരോഗ്യകരമായ പ്രവണത വരുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ചാരിറ്റി നടത്തൽ സുഖമാണ് എന്നതുകൊണ്ട് അത് നടത്തേണ്ടതല്ല, അത് ആവശ്യമാണ് എന്നുള്ളത് നടത്തേണ്ടതാണ്. രാഷ്ട്രീയം പറയേണ്ടിടത്ത് നേർക്ക് നേരെ നിന്ന് രാഷ്ട്രീയം പറയാൻ മടിയുള്ളവർ ചെയ്യേണ്ട പണിയല്ല ചാരിറ്റി. മനസ്സിലായില്ലേ? രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ അതിൻ്റെ എംപതറ്റിക്കായിട്ടുള്ള ഒരു മേഖലയിൽ അവന് സ്വാഭാവികമായി അവനിൽ ഉയർത്തിരിയുന്ന ബോധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടതാണ് ചാരിറ്റി. അതാണ് വ്യത്യാസം. നിങ്ങളെ സംസാരത്തിലേ ഈ ഹൈബ്രിഡ് അതേപോലെ കഞ്ചാവ് പോലത്തെ ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിൽ വിൽക്കാൻ പാടില്ല എന്നാണല്ലോ വെച്ചാൽ സർക്കാരാണ് അതിൻ്റെ പ്രതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം. സമരം ചെയ്യുന്നൊക്കെ ഉണ്ട്, സമരം ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല.
അതിനെ മിനിമൈസ് ചെയ്യുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് തന്നെയാണ്. രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് പറയുകയും രാഷ്ട്രീയത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഭരണകൂടങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അവരെ മുനീർ സാഹിബിൻ്റെ ഭാഷയിൽ വരുത്താൽ കുഞ്ചിക്ക് പിടിച്ചിട്ട് നടപ്പിലാക്കുകയും ചെയ്യാന്നുള്ള ബാധ്യതയെ ജനറലൈസ് ചെയ്ത് കൊണ്ടുപോവുക. ആ ഒരു വളവുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒറ്റ കാര്യം ഞാൻ പറയാം. ഇത് വന്നു, എന്താണ്, കോവിഡിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത്, ആ കോവിഡിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് പറഞ്ഞു ഇപ്പം പറയരുത്, എന്തിനായി ബേജാറുള്ള സമയമാണ്, ഇപ്പം രാഷ്ട്രീയം പറയാം. നമ്മൾ രാഷ്ട്രീയം പറയാതിരുന്നു, എന്നിട്ട് എന്തായി, PP കിറ്റ് അടക്കം അടിച്ചു മാറ്റി വല്ലങ്ങ് പോയി. മരിക്കുന്ന ഉറപ്പുണ്ടായാലും ഞാൻ ആദ്യം പറഞ്ഞു, മൂക്കിൽ വെള്ളം കയറുന്ന സമയം വരെങ്കിലും അപ്പല്ലേ ബുദ്ധിമുട്ട് വരുള്ളൂ. വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ അപ്പോഴും പൊളിറ്റിക്സ് പറയണം. പൊളിറ്റിക്സ് ഒരു സാമൂഹ്യ ബാധ്യതയാണ്. അത് പറയാൻ പറ്റാത്തവന് ഭാരവാഹി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കരുത്, അതിന് യോഗ്യനല്ല. അത് പഞ്ചായത്തിലായാലും എവിടെയായാലും രാഷ്ട്രീയം സമയത്തിന് പറയാനുള്ളതാണ്. അല്ലാതെ കോടതി കഴിഞ്ഞിട്ട് ന്യായം വരുന്ന പോലെ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ കട്ടിനാന്ന് ചോദിക്കാനുള്ളതല്ല. കക്കുന്നു സംശയം തോന്നിയാൽ പറയണം. എന്നിട്ട് ഒരു കട്ടിലാന്ന് നോക്കട്ടെ, അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി, യെസ് ഗുഡ്, നന്നായി പറഞ്ഞാൽ മതി. നിങ്ങൾ കക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് എന്താ മടിയും? വിശ്വാസമില്ലാത്തവൻ കക്കുന്നുണ്ടെങ്കിൽ, കക്കുമെന്ന് തോന്നിയാൽ നീ കക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയണം. അതിന് ധൈര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ പണിക്ക് അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? അധികം ചോദ്യം അങ്ങനെ വേണ്ട. എന്നോട് ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞത് എന്നോട് മാത്രമായിരുന്നു. അത് നിങ്ങൾ മുനീർ സാഹിബേ എനിക്കിട്ടുള്ള പണിയാക്കി വരരുത്. അസ്സലാമു അലൈക്കും. ചോദിക്കുന്നത്, 2 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി വഴി. ലീഗ് എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകുന്നില്ല. നമ്മളെ ഏറ്റവും ചെറിയ ദൗത്യം എന്ന് പറയുന്നത് നിരക്ഷരായ ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകുന്നത്. എന്നാൽ ആ നൽകിയ വിദ്യാഭ്യാസം, ഇന്ന് നേടിയെടുത്ത വിദ്യാഭ്യാസത്തിനനുസരിച്ച് നമുക്ക് ജോലിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. സംസ്ഥാന മുസ്ലിം ലീഗിന് അതിനെന്തെങ്കിലും ഒരു മുന്നോട്ട് വെക്കാനുണ്ടോ? കൃത്യമായ വിദ്യാഭ്യാസം കൃത്യമായി അത് എന്തിനെന്ന് ജോലിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. എനിക്ക് അഭിപ്രായമില്ല. കാരണം ഗൾഫ് മേഖലയൊക്കെ എടുത്തു നോക്കിയാൽ അവിടങ്ങളിൽ നല്ല പോസ്റ്റുകളിൽ, നല്ല സ്ഥാനങ്ങളിൽ, പഴയ പോലെയല്ല. പണ്ട് കൊടുവള്ളിയിൽ നിന്ന് പോകുന്നതിന് ആകെ ചെയ്തിരുന്ന പണി എന്താണ്? അവിടെ ചായക്കച്ചവടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏർപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. നമ്മളെ കുട്ടികൾ പോകുന്നതൊക്കെ നല്ല ജോലിക്ക് തന്നെയാണ്. എന്നിരുന്നാലും ജോലിയുടെ സാധ്യതകളുടെ വലിയ പ്രശ്നമുണ്ട്. ഞാൻ പലപ്പോഴും ഈ ജോബ് ഹണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ KMCCകൾ നടത്തുമ്പോഴൊക്കെ ഞാൻ അഭിനന്ദിക്കാറുണ്ട്, അവരോട് പറയാറുണ്ട്, കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ട്. മുസ്ലിം ലീഗ് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. പക്ഷേ ഗവൺമെൻറ് സെക്ടറിൽ PSC അടക്കമുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ ആളെ പിരിച്ചേക്കാവുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ദുർബലമായ ഗവൺമെൻറ് രീതിയാണ് നമ്മുടെ അടുത്ത്. അവിടെ ആ രംഗത്ത് കുറെ കൂടെ ശക്തമായി ഇടപെടാൻ കഴിയേണ്ടത് വരുന്ന കാലത്തുള്ള പിന്നെ സർക്കാരിനും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതൊക്കെ നമ്മളുടെ കൂടി ബാധ്യതയാണ്. അത് ഏറ്റെടുക്കേണ്ടതാണ്. ഓക്കെ, എന്നാൽ ഓക്കെ, കഴിഞ്ഞില്ലേ? ഓക്കെ, താങ്ക് യു. ഒന്നുകൂടെ ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നു സാർ. പിന്നെ തീർത്തും സംഘടനാപരമായ ഒരു ചോദ്യമാണ്. മോശം അല്ല, അങ്ങനല്ല. ഇത് സംഘടന എന്ന് പറഞ്ഞാൽ നമ്മളെ ഞാൻ വെച്ച ബാക്ക്ഗ്രൗണ്ട് സംഘടനാപരമായ ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ സദസ്സിനത് ചോദിക്കുമ്പോൾ എത്രമാത്രം ഉചിതമാണെന്ന് അറിയില്ലെങ്കിൽ പോലും ചോദിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ യൂത്ത് ലീഗിൻ്റെ മണ്ഡലം കൗൺസിലൊക്കെ, കമ്മിറ്റി വന്ന കൗൺസിലൊക്കെ ഉണ്ടായ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിലൊക്കെ ഒരു കമ്മിറ്റി വരുന്നൊരു സിസ്റ്റം നിങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന കുറച്ച് കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു കുറച്ചുകൂടി നല്ലൊരു ബെറ്ററായ സൊല്യൂഷനായിട്ട് തോന്നുന്നു. ഇപ്പോൾ യൂത്ത് ലീഗിലൊക്കെ നടന്ന കഴിഞ്ഞ സമയത്ത് കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ ഈ എല്ലാ മണ്ഡലങ്ങളും നടന്ന പോലെ തന്നെ പല മണ്ഡലങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് മത്സരങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഡിവിജ്വലായിട്ട്, കാരണം ഗ്രൂപ്പ് മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തയ്യപ്പെടുന്ന ഒരു സാഹചര്യം സംഘടന ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുസ്ലിം ലീഗിലൊക്കെ സംഘടനാ സിസ്റ്റമൊക്കെ മാറ്റിയത്. ഈ ഒരു മാറ്റത്തിലേക്ക് യൂത്ത് ലീഗിനെ പുതിയ മെമ്പർഷിപ്പ് സമയത്തിലേക്കെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ ഒരു ആശങ്ക, ഇതിൻ്റെ സംഘടനയ്ക്ക് ഉണ്ടാകുന്ന ദോഷത്തിനൊരു ആശങ്ക പങ്കുവെക്കുകയും 2 ഗ്രൂപ്പിനും വോട്ട് ചെയ്യാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ ഈ പരാജയപ്പെടുന്ന വിഭാഗവും ജയിക്കുന്ന വിഭാഗം എന്നുള്ള ഒരു ശിഥിലീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് ഫോളോ ചെയ്യുന്ന രീതിയിൽ ഇൻഡിവിജ്വൽ മത്സരമോ മറ്റെന്ത് രീതിയിലുള്ള സൊല്യൂഷൻ പുതിയ മെമ്പർഷിപ്പ് സംവിധാനത്തിൽ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ടോ? അത് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളാണത് പറയേണ്ടത്, ഞാനല്ല.
കാരണം ഭരണഘടനാപരമായിട്ട് കാലങ്ങളായിട്ട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. എന്നാലും ഭരണഘടനാ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ രണ്ട് ഗ്രൂപ്പിനോടും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് വോട്ട് ചെയ്യാതെ പോകാതെ നിങ്ങളൊരു മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വോട്ട് ചെയ്യലായിരുന്നു നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ യൂത്തിൻ്റെ ഞാൻ പറയട്ടെ, ഈ യൂത്ത് ലീഗിൻ്റെ സമയത്തും നമ്മളങ്ങനെ ആവശ്യമില്ലാത്ത കോംപ്രമൈസ് ഒന്നുമല്ല, മത്സരിച്ചോട്ടെ ഇപ്പല്ലേ പറ്റുള്ളൂ, അതൊന്നും വലിയ കുഴപ്പമില്ല. അതിന് ആരോഗ്യകരമായി എടുക്കാനുള്ള മാനസികാവസ്ഥയാണ്. ഒരു പാർട്ടിക്കകത്ത് ഒരു കൊടിയുടെ കീഴിൽ നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് പറയണത് കൊണ്ടൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അധികാരമോഹം കൂടിയതുകൊണ്ടാണ്. മത്സരത്തിന് കുഴപ്പമില്ലത്. അപ്പം മത്സരം ഒഴിവാക്കാൻ ശ്രമിക്കാം, മസ്ലഹത്തിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കാം. അതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടാണ്. അല്ല, യൂത്ത് ലീഗുകാർ ഇപ്പം തന്നെ മസ്ലഹത്തിലേക്കൊന്നും പോകണ്ട. അത്യാവശ്യം ഒരു ജറൂറത്തൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് യൂത്ത് ലീഗാണ്, അവിടെയെങ്കിലും നടക്കട്ടെ. അതൊക്കെ എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങൾ ഭരണഘടന മാറ്റിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അസ്സലാമു അലൈക്കും. ഞങ്ങളൊക്കെ ഇവിടെ നിരന്ന് നിൽക്കുന്ന വൈറ്റുകാടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വൈറ്റുകാടുമായിട്ട് ബന്ധപ്പെട്ട് ഷാജി സാഹിബിൻ്റെ സംസാരത്തിലൂടെ ആരാണ് വൈറ്റുകാട് എന്നുള്ളത് ഇവരെ മുമ്പിൽ ഒന്ന് അറിയിക്കണം. അതായത് ചൂരൽമല വിഷയം നടന്നതിനൊക്കെ പിന്നെ വൈറ്റുകാട് നാദാപുരം എവിടെ ഉള്ളൊരു ടീം അവർ സ്വന്തം ആ ഒരു സംഘടനൻ്റെ ബേസിൽ മാത്രം അവിടെ പിന്നെ ഉദ്യോഗസ്ഥർക്ക് അതേപോലെ അവിടെയുള്ള എല്ലാ ആളുകൾക്കും വേണ്ട രീതിയിൽ ചായ അതേപോലെ എല്ലാ ഇത് തീരുന്നത് വരെ പല രീതിയിലുള്ള ഏതൊക്കെ മോഡലിലാണ് ആ രൂപത്തിലൂടെ ഒക്കെ തന്നെ ഈ വൈറ്റുകാടിൻ്റെ സേവനം എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റുകാടിനെ കുറിച്ച് ഷാജി സാഹിബ് ഇവരെ മുമ്പിൽ എല്ലാവർക്കും വൈറ്റുകാടിനെ ഒന്ന് അഭിനന്ദിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ ആരാണ്, അങ്ങനെയല്ല ഞങ്ങളൊരു സംഭവമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് ആരാണെന്നുള്ള ഷാജി സാഹിബിന്റെ സംസാരത്തിലൂടെ ഇവിടെ ഒന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഭ്യർത്ഥന. മനസ്സിലായി? പറഞ്ഞില്ലല്ലോ. ഷാജി സാഹിബിന്റെ പ്രസംഗത്തിന് ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യം നേരത്തെ ഇവിടെ പറഞ്ഞു. യൂത്ത് ലീഗിന്റെ കൊടുവള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുകയും അതോടൊപ്പം തന്നെ അഭിനന്ദിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു, സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങ് സംസ്ഥാന ഒരു സെക്രട്ടറിമാരിൽ ഒരാൾ എന്നുള്ള നിലയിൽ നേരത്തെ സംസ്ഥാന തലത്തിൽ ഒരു കലാ സംഘടനയുണ്ടായിരുന്നു, പിന്നീട് അത് കുറഞ്ഞ കാലത്തെ പ്രവർത്തനത്തിന് ശേഷം ഇല്ലാതെ പോവുകയും ചെയ്തു. എന്നാൽ ഞാൻ അറിഞ്ഞിടത്തോളം 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയിൽ ഇതുപോലെ ഒരു തീരുമാനമെടുക്കുകയും പുതിയൊരു സംഘടന രൂപീകരിക്കാനും കലാരംഗത്തുള്ള പ്രഗത്ഭരെ വ്യത്യസ്ത സംഘടനകളിലുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സംഘടന രൂപീകരിക്കാനൊക്കെ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ കഴിഞ്ഞതിന് ശേഷം ഇതുവരെ 2 വർഷത്തോളമായി എന്നാണ് തോന്നുന്നത്, ഇതുവരെ അതിലൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ് അത് വരാത്തതെന്നുള്ളത് മുനീർ സാഹിബ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പാസ് ചെയ്യാണ് ക്വസ്റ്റ്യൻ. എന്നെക്കാളും വലിയ നേതാവ് അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ മൂപ്പരാണ് നോക്കേണ്ടത്. ഞാൻ എന്നെ കൊണ്ടാവുന്ന കച്ചറക്കുൽമാറ്റീസ് കാര്യങ്ങൾ മാത്രമേ ഏറ്റെടുക്കുള്ളൂ. ഇതൊക്കെ വലിയ പരിപാടിയാണ്. നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം സമാപിച്ചിരിക്കുകയാണ്. അടുത്തായിട്ട് പ്രതിജ്ഞ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എം നസീഫ്. എല്ലാവരും ഏറ്റു ചെല്ലണം, അതിനുവേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനിടയിൽ ഇത്ര മനോഹരമായ മതിൽ മഹാസംഗമത്തിനു വേണ്ടി സർഗാത്മകമായൊരു കവിത രചിച്ച ഫൈസൽ പുള്ളാലൂരിന് കൊടുവള്ളി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാ സ്നേഹാഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. അതോടൊപ്പം ഏറെ ശ്രദ്ധേയമായ മതിൽ മഹാസംഗമത്തിന്റെ പ്രതിജ്ഞയിലേക്ക് എല്ലാവരും കൈ മുന്നിലേക്ക് പിടിച്ചിട്ട് പ്രതിജ്ഞയ്ക്ക് വേണ്ടി തയ്യാറാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മണ്ഡലം ഭാരവാഹികൾ ഒന്ന് സ്റ്റേജിലേക്ക് വരുന്നത്. മതിൽ പ്രതിജ്ഞ. മാനവരാശിയെ തകർക്കുന്ന മയക്കുമരുന്ന്, തീവ്രവാദം, അരാഷ്ട്രീയ മനോഭാവം എന്നിവ മാരക വിപത്താണെന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും ഉപയോഗിക്കുന്നതും വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും
ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിലും തീവ്രവാദത്തിലും വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കും. പുതുതലമുറയിലെ അരാഷ്ട്രീയ പ്രവണത അരാജകത്വം സൃഷ്ടിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി വിമുക്ത സമൂഹ നിർമ്മാണത്തിനും തീവ്രവാദ വിരുദ്ധ പ്രവണതകൾക്കും എൻ്റെ കഴിവുകൾ വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ ഈ മതിൽ മഹാസംഗമത്തിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. മതിൽ മഹാസംഗമത്തിന്റെ പ്രഖ്യാപനം കൊടുവള്ളി നിയോജക മണ്ഡലം